ദൈവമേ, അങ്ങ് വാഴ്ത്തപ്പെട്ടവനാണ്. അങ്ങ് എന്നുമെന്നും സ്തുത്യർഹനും അത്യുന്നതനുമാണ്. ഹല്ലേലൂയ. എന്താണ്? അങ്ങ് എന്നും എന്നും സ്തുത്യർഹനും അത്യുന്നതനുമാണ്. പ്രൈസ് ദി ലോർഡ്. ആര്? ദൈവം. അതിനേക്കാൾ മുകളിൽ ഇനി വേറെ ആരും ഇല്ല. അതുകൊണ്ട് ഈ ലോകത്തിലെ ഏത് കാര്യത്തിനും വരച്ച വരയില് അപ്പുറം പോകില്ലെന്ന് പറഞ്ഞാലും ഇതാ ദൈവത്തോളം എത്താത്ത, പരിഹാരമില്ലാത്ത ഒരു കാര്യവും നമ്മുടെ ജീവിതത്തിലും ഇല്ല, ഈ ലോകത്തിലും ഇല്ല. നമ്മുടെ സൃഷ്ടികൾ മാത്രമാണ്. തിരുവനന്തപുരത്ത് നിന്ന് വചനം കേൾക്കാനായിട്ട് ചേച്ചിയും അനിയത്തിയും അവിടെ നിന്ന് ഒരു വേറെ ആൾക്കാരെ കേട്ട് പലതവണ പ്രാർത്ഥിക്കാൻ വന്നു. അപ്പം ഇന്ന് വന്ന് സാക്ഷ്യപ്പെടുത്താൻ വേണ്ടി ഇരുന്നതാണ്. അവിടുത്തെ ആ സഹോദരിയുടെ സാക്ഷ്യം യൂട്യൂബിൽ കിടപ്പുണ്ട്. കാലുവേദന മാറിയതും ഭർത്താവിനെ ഇങ്ങാട് വിളിച്ച് 10 പൈസ കൊടുക്കാതെ ഗൾഫിൽ ജോലി കിട്ടിയതും ഉള്ളവന് വീണ്ടും വീണ്ടും കൊടുക്കുമെന്ന് പറഞ്ഞതുപോലെ ഇപ്പം മകളെയും കൊണ്ട് പ്രാർത്ഥിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ചിലർക്കൊക്കെ അറിയാം. ആ മകൾക്ക് ഇപ്പോൾ ഒരു സ്കൂളിൽ ജോലി കിട്ടി. പ്രൈസ് ദി ലോർഡ്. അപ്പം ഇന്ന് വന്ന് സാക്ഷ്യപ്പെടുത്താൻ വേണ്ടി ഇരുന്നതാണ്. എന്നോട് പറഞ്ഞ ബ്രദർ പ്രത്യേകം പറഞ്ഞേക്കണം, മെർലിൻ എന്ന ആ സഹോദരിക്കും അവരുടെ മകളും അടുത്ത മാസം കടന്നു വരുന്ന പറഞ്ഞത്. അതോടൊപ്പം തന്നെ സഹോദരി ജമീലയുടെ കുടുംബത്തിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. ഇന്ന് പ്രത്യേകം പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്നവരുണ്ട്. അതുപോലെ സെയിൻറ്റ് മേരീസ് പ്രേമർഷിയുടെ യൂട്യൂബ് വീഡിയോ 1000-ലധികം വീഡിയോ പോസ്റ്റ് ചെയ്യാൻ ദൈവത്തിൻ്റെ കൃപയാൽ നമുക്ക് സാധിച്ചു. അപ്പൻ്റെ കളോടി മാറാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ ഇറങ്ങിയതാണ്. ഇതിലും വലുതൊന്നും നമുക്ക് ലക്ഷ്യം ഉണ്ടായില്ല. അമ്മ പറഞ്ഞു തന്ന ഇതാണ്, അപ്പനായിട്ട് ജീവിച്ചിരുന്നാൽ മതി, ഇങ്ങനെ ഒരു ജോലിക്കും പോകണ്ട, ഒന്നും ചെയ്യണ്ട. അമ്മയുടെ അപ്പനും അമ്മയും കുഞ്ഞുനാളിലെ മരിച്ചുപോയി. അപ്പം അപ്പനുണ്ട് എന്ന് ചോദിച്ചാൽ പറയാൻ അപ്പന നമുക്ക് നോക്കാം മക്കളെ എന്നും പറഞ്ഞു. ഡോക്ടർമാർ പറഞ്ഞേക്കണേ എന്താ? രക്ഷയില്ല, രക്ഷയില്ല, രക്ഷയില്ല. കുടിച്ച് ചോരെല്ലാം ഛർദ്ദിച്ച് വൈദ്യശാസ്ത്രം കൈയൊഴിഞ്ഞ് ബിസിനസ്സൊക്കെ തകർന്നിരിക്കുന്ന അവസ്ഥ. പക്ഷേ അന്വേഷിച്ച് നടന്നതല്ല, നടന്നത് ഇപ്പോഴും അതിൻ്റെ പ്രതിപ്രവൃത്തികൾ നടന്നുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. ദൈവമേ, വചനപ്രവേശനം നടത്തിയ വേദികൾക്ക് കയ്യും കണക്കില്ല. കുറേ നാൾ ഞാനിങ്ങനെ എഴുതി വെക്കുമായിരുന്നു. 1000, 2000, 3000, 10000, 35 വർഷമായിട്ട് ഈ പണി തന്നെയല്ലേ. ഇപ്പോൾ അപ്പച്ചൻ മരിച്ചിട്ട് 20 വർഷമായി. അപ്പച്ചൻ മരിച്ച പിന്നെ പ്രശാന്തത്തിനും വിനാന്തനൊക്കെ പറഞ്ഞ് ഫുൾ ടൈമായിട്ട് ശുശ്രൂഷയിലോട്ട് വരണം. അന്നും ജോലി ഉണ്ടെങ്കിലും ഷിഫ്റ്റൊക്കെ മാറ്റി ശുശ്രൂഷ തന്നെ പണി. അന്നും ഇന്നും ഇതൊക്കെ തന്നെ പണി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ഇതാ അപ്പനെ നന്നാക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇറങ്ങിയത്. പക്ഷേ ദൈവം തന്നത് അതിലും വലിയ കാര്യം. അപ്പം നമ്മുടെ ബുദ്ധി പല കാര്യങ്ങൾക്കും തടസ്സം പറയും. അന്ന് മുന്നിൽ ഒരു വഴിയില്ല, ജീവിക്കാൻ വഴിയില്ല, കടങ്ങൾ മാത്രം, സാമ്പത്തിക പ്രശ്നങ്ങൾ, കുടുംബ തകർച്ച, രോഗങ്ങൾ. അപ്പോൾ അതിൽ നിന്നെല്ലാം ദൈവം ഉയർച്ചയാണ്. ഒരു കഥ വായിച്ചത് ഓർക്കുകയാണ്. കർഷകൻ്റെ പറമ്പിലൂടെ കറങ്ങിയടിച്ച് നടന്ന തവള അവസാനം എന്തിൽ വീണു? എടുത്തു വെച്ചിരുന്ന പാലിൽ വീണു. വികൃതി കാണിച്ച് ഓടി നടക്കുന്നതിനിടയിൽ പാലിൽ വീണു. അപ്പോൾ ആ രക്ഷയില്ല, അവിടെ കിടന്ന് ചാകും, അല്ലെങ്കിൽ അവർ കണ്ട എടുത്ത് കൊന്നു കളയും. പക്ഷെ രക്ഷയില്ലെന്ന് പറഞ്ഞിരിക്കാതെ അതിൽ കിടന്ന് രക്ഷപ്പെടാൻ വേണ്ടി പരിശ്രമിക്കാൻ തുടങ്ങി. കേട്ടിട്ടുണ്ടോ നിങ്ങൾക്ക് കഥയൊക്കെ? കേട്ടിട്ടുണ്ട്? ഇല്ല, രണ്ടുണ്ട് അല്ലേ? അത് അവിടെ എന്താ ചെയ്താ അവിടെ കിടന്ന് കടയാൻ തുടങ്ങി. അത് പിടിച്ചു നിൽക്കാൻ വേണ്ടി തുഴഞ്ഞ് അവസാനം എന്താ സംഭവിച്ചത്? അതിൻ്റെ അടിയെല്ലാം മുകളിൽ അടിഞ്ഞില്ലേ? കേട്ടിട്ടും കൂടി ഇല്ലേ ഈ കഥ? എന്റെ ദൈവമേ, ഇപ്പോഴത്തെ പാലൊന്നും കടഞ്ഞാൽ ഇതുപോലെ കിട്ടൂല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പണ്ട് ഞാനൊക്കെ വീട്ടിൽ എല്ലാ വഴി അടഞ്ഞ സമയത്ത് പശുവിനെ വളർത്തിയിട്ടുണ്ട്. അപ്പോൾ ഒരു തുറന്ന കുമ്പസാരം നടത്തണേണ്. കുറച്ച് വെള്ളമൊക്കെ ചേർത്തില്ലെങ്കിൽ പശുവിൻ്റെ അകിട് പറ്റിപ്പോകുമെന്നാണ് ഈ കാരണന്മാരും ഇങ്ങനെ ഓരോരുത്തരൊക്കെ പറഞ്ഞു കൊടുക്കും. അതുകൊണ്ട് വെള്ളം ചേർക്കല്ലേ. ഖുർആനൊക്കെ ഉള്ള പാടിന് പോയപ്പോഴത്തേക്കും ഇതിലൊക്കെ പഠിപ്പിച്ചിട്ടുള്ളതാണെന്ന് പറയുമ്പോൾ അമ്മ പറയും, പിള്ളേർ ആവശ്യമില്ലാത്ത കാര്യമൊന്നും അന്വേഷിക്കണ്ടെന്ന് പറയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ പശുവിൻ്റെ അകിട് പറ്റിപ്പോകുന്നിട്ടാണ് പറയണത്. ചിലയിടത്തൊക്കെ കഷ്ടപ്പെട്ട് ഞാനൊക്കെ നടന്ന് ഇടപ്പള്ളിയിലൊക്കെ ചായക്കടയിലൊക്കെ അപ്പോൾ പറയും, അപ്പവും പഞ്ചസാരയും കഴിച്ചോ, അല്ലെങ്കിൽ അപ്പം മുട്ടക്കറി ഓഫറുകൾ തരും. അവിടെ വരെ നടന്നുകൊണ്ടേ കൊടുക്കണ്ടേ, ഇടപ്പള്ളിയിലൊക്കെ കൊണ്ടേ കൊടുക്കണം. അപ്പോൾ പറയും, എടോ പാല് ഭയങ്കര വെള്ളം പോലെ ഇരുന്നേച്ചെന്ന് പറയും. പിന്നെ അതിന് പറയാൻ പഠിച്ച്, ചേട്ടാ പശുവിനെ കുളത്തിൻ്റെ മട്ടക്കാണ് ഇന്നലെ കിട്ടിയെന്ന് പറയും. അവിടെ വലിയ കുളമുണ്ട്. അപ്പോൾ വെള്ളം ചേർത്തില്ലെന്ന് ഉള്ള ഇതും വേണ്ട,
വെള്ളം കുറവുണ്ടെന്നുള്ള ഇതും വേണ്ട. ചേട്ടാ ഇന്നലെ അവിടെ ഡയറി പുല്ലൊക്കെ നടും, അതൊക്കെ മുറിച്ചു കൊടുക്കും. അപ്പോൾ പശു പിന്നെ കുളത്തിൻ്റെ മട്ടക്ക കെട്ടി വെച്ചതെന്ന് പറയും. പക്ഷേ ഒരു പ്രാവശ്യം ഇങ്ങനെ പാലിന് ഞായറാഴ്ച ദിവസം ആര് വന്നപ്പോഴേക്കും അവർക്ക് അത്യാവശ്യമായിട്ട് പാല് മേടിച്ചു വെച്ചിട്ട് പോകാനുള്ളതാണ്. അന്നേരം ഞങ്ങൾ പിള്ളേരല്ല, അപ്പോൾ പറഞ്ഞ് ഇതെന്താ കാരണന്മാരെ നാണം കിടത്തന്നെ, ഇവർ തുറന്നു പോകുമ്പോൾ സാരം നിർത്തണേ, കാരണന്മാരല്ല നമ്മുടെ അവസ്ഥ. അപ്പോൾ പറഞ്ഞ് ഒന്ന് എടുത്ത് വെച്ചേ അളവ് ഞാൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞു. പക്ഷേ അപ്പോൾ പറഞ്ഞേ അമ്മച്ചി ഇവിടെ ഇല്ല, പള്ളിയിൽ പോയി എങ്ങനെയാണ് എന്തോരം വെള്ളം കൂട്ടണമെന്ന് അറിയാൻ പാടില്ലെന്ന് പറഞ്ഞ്. ഇപ്പൊ നമ്മ ഈ ക്രിസ്മസിനൊക്കെ തുറന്നു സാധനം നടത്തണേ എന്തിനാന്നറിയാം. നമ്മ ഈ ക്രിസ്മസിനൊക്കെ ഇരിക്കുമ്പോ ആഘോഷം സെലിബ്രേഷനൊക്കെ ആയിട്ട് ഇരിക്കുമ്പോ പലതരം വെള്ളം കൂട്ടല്, കുംഭസാരത്തിൽ വരെ വെള്ളം കൂട്ടും. കുംഭസാരത്തിൽ വരെ വെള്ളം കൂട്ടും. പണ്ടത്തെ പോലെ നുള്ളിയിട്ടുണ്ട്, മാന്തിയിട്ടുണ്ട്, വെച്ചിട്ടുണ്ട്, തോണ്ടിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കാതെ വലിയ വലിയ കാര്യങ്ങൾ അരിച്ച് മാറ്റാതെ വലുതും ചെറുതൊക്കെ നല്ല തുറന്ന് ഒരു കുംഭസാരം നടത്തണം. നടത്തോ? അടുത്ത നിൽക്കുള്ളൂ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. അതുകൊണ്ട് കേട്ട് കേട്ട് മടുത്ത പറഞ്ഞു മടുത്ത കാര്യങ്ങളല്ല. ഫിലിപ്പിനേരി എന്ന് പറഞ്ഞൊരു വിശുദ്ധനെ കുറിച്ച് പറയുന്നുണ്ട്. അദ്ദേഹം എല്ലാ ദിവസവും കുമ്പസാരിക്കുമായിരുന്നു. ശ്വാസം മുട്ടുള്ള ആരെങ്കിലും ഉണ്ട്, അല്ലെങ്കിൽ ഇന്ന് വന്നപ്പോ അനേനും വരണ്ടെന്ന് പറഞ്ഞാൽ നെഞ്ചിന് പ്രയാസമുണ്ട്, അങ്ങനെയുള്ള 1, 2, 3 വ്യക്തികളുണ്ട്. ഇന്നത്തെ ശുശ്രൂഷയെ കൂടെ ഈശോ സൗഖ്യം തരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശ്വാസം ഇങ്ങനെ വലിച്ചു വിടുന്ന അവസ്ഥ, നെഞ്ചിനടപ്പ് പോലത്തെ അവസ്ഥ, ഒന്ന് സൂചിച്ച് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ. ഈശോ ഈ പ്രോഗ്രാം കാണുന്ന, കേൾക്കുന്ന, ഇതിൽ പങ്കെടുക്കുന്ന ഓരോ വ്യക്തിയും കുടുംബവും അനുഗ്രഹിക്കപ്പെടട്ടെ. പരിശുദ്ധാത്മാവിന്റെ അത്യുന്നതന്റെ അഭിഷേകം, ശക്തി ഞങ്ങളുടെ മേൽ വന്ന് നിറയട്ടെ. യേശുവേ നന്ദി. ദൈവമേ, സെന്റ് മേരീസ് പ്രേയർ മിനിസ്ട്രിയുടെ ക്രിസ്മസ് സെലിബ്രേഷൻ ആഗമന കാലത്തിന് കർത്താവെ, ഞങ്ങൾ ക്രിസ്മസിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ 2ാം ശനിയാഴ്ചയിലെ 2024 ഈ 2ാം ശനിയാഴ്ചയിലെ ഈ ശുശ്രൂഷയിൽ പാലാരിവട്ടം YMCA കടന്നു വന്നിരിക്കുന്ന എല്ലാ മക്കളെ അനുഗ്രഹിക്കണമേ. ഇനിയും കടന്നു വന്നുകൊണ്ടിരിക്കുന്നവരുണ്ട്, വരാൻ സാധിക്കാത്തവരുണ്ട്, ഞങ്ങളോട് പ്രാർത്ഥന ആവശ്യപ്പെട്ടവരുണ്ട്, യൂട്യൂബിലൂടെ പ്രാർത്ഥനാ വിഷയങ്ങൾ അയച്ചിരിക്കുന്നവരുണ്ട്, അവരെല്ലാം അനുഗ്രഹിക്കണേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ദൈവം നമ്മുടെ എല്ലാ കാര്യത്തിലും ശ്രദ്ധാലുവാണ്. ലക്കിയെടുപ്പിന് വേണ്ടിയുള്ള സമ്മാനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ലക്കിയെടുപ്പിന് വേണ്ടിയുള്ള നമ്പറുകളൊക്കെ ഏറ്റവും നേരത്തെ വന്ന മേരി ജോൺസൺ ടീച്ചർ അവിടെ നിന്ന് എഴുതി സഹായിക്കണമായിരുന്നു. ബാക്കിയുള്ളവർക്ക് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് എഴുതി ടീച്ചറെ. എഴുതിയാൽ നമുക്ക് കിട്ടുമോ? ദൈവത്തിന് ഈശോനറിയാം. പ്രൈസ് ദി ലോർഡ്. ഇത് നിസ്സാരമായിട്ട് കാണണ്ട. ഇതിൽ കൂടെ ഭാഗ്യം തെളിഞ്ഞ് കയറിപ്പോയ പലരുണ്ട്. പണ്ട് ഇതുവരെ വൈനുമായിട്ട് അനുഗ്രഹ മേരിയും എത്തി. പ്രൈസ് ദി ലോർഡ്. അതൊരെണ്ണം കൂടെ എത്താനുണ്ടായിരുന്നു. അപ്പൊ മുറിക്കാൻ വേണ്ടി ഒരു കേക്കും കൂടെ മേടിക്കണ്ടേന്ന് ഞാൻ ചോദിച്ചപ്പോ ജോളി മേരിയുടെ പഴയ കല്യാണം കഴിക്കുന്നതിന് മുമ്പുള്ള പേര് ജോളി മേരിയാണ്, പിന്നെയാണ് ജോളി ഷൈജു ആയത്. ജോളി മേരി പറഞ്ഞ ഇതാണ്, മുറിക്കാനുള്ള കേക്ക് ഈശോ കൊടുത്തു വിടും എന്ന് പറഞ്ഞു. ദൈവമേ, അല്ലെങ്കിൽ അത് മേടിക്കാൻ ആളെ പറഞ്ഞു വിടണം. എല്ലാവർക്കും കൊടുക്കാനുള്ള കേക്ക് സ്ലൈസ് ചെയ്ത് കൊണ്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു ഒരു കേക്ക് മുറിക്കാത്ത മേടിക്കട്ടെ എന്ന് പറഞ്ഞാൽ പറഞ്ഞു വേണ്ട, എല്ലാം മുറിച്ച കേക്ക് ഓർഡറാണ്, മുറിച്ച കേക്ക് മേടിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ആരും കൊണ്ടുവന്നില്ലെങ്കിൽ എന്ത്, ഇല്ല കേക്ക് കൊണ്ടുവരൂ എന്ന് പറഞ്ഞു. അപ്പൊ അവള് പറഞ്ഞ് നമ്മ മുറിച്ച് ചെയ്യുമ്പോഴേക്കും ആ ഷേപ്പ് കിട്ടൂല, എല്ലാം പൊടിഞ്ഞു പോകും. അതുകൊണ്ട് മുറിച്ച കേക്ക് മാത്രം മേടിച്ചാൽ മതി, മുറിക്കാത്ത കേക്ക് ഈശോ കൊടുത്തു വരും. ഞാൻ പറയടി ഇന്ന് 14-ാം തീയതിയാണ്, ക്രിസ്മസിന് 5 ദിവസമുണ്ട്, ഇന്ന് ആരെങ്കിലും ഇല്ല എനിക്ക് കിട്ടി കേക്ക് എന്ന് കൊണ്ടുവരും എന്ന് പറഞ്ഞു. അപ്പൊ മേരി ചേച്ചി ചേട്ടനും കൂടെ കേക്കും മുറിക്കാനുള്ള കേക്കും കൊണ്ടാണ് വന്നത്. പ്രൈസ് ദി ലോർഡ്. പലരും പറഞ്ഞു, ഞങ്ങളോട് എല്ലാവരും പറഞ്ഞു കൊണ്ടുവരാൻ. ഹല്ലേലൂയ. പക്ഷേ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഓരോ കാര്യത്തിനും വേണ്ട കാര്യങ്ങൾ ഈ പ്രാർത്ഥനക്ക് മാത്രമല്ല നമ്മുടെ എല്ലാവരുടെയും ശുശ്രൂഷക്ക് ചെയ്യും. പ്രൈസ് ദി ലോർഡ്. എലിസബത്ത് ചേച്ചി ഇന്ന് കൈവക്കിയൊക്കെ വീശി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒത്തിരി സന്തോഷത്തിലാണ്. കാര്യം എന്താണ് ഇന്ന് ഒത്തിരി സന്തോഷത്തിന്റെ കാരണം എന്താ കാരണം? ആ മകന് ഒരു കാറ് മേടിക്കാനായിട്ട് സാധിച്ചു. ഊബർ ഓടുന്നതിന് വേണ്ടിയിട്ടാണ് ആ കാറ്. അപ്പം അതിൻ്റെ പെർമിറ്റിന് വേണ്ടിയൊക്കെ കൊടുത്തേക്കണേ അല്ലേ? ഒത്തിരി ആ മകനൊരു ജീവിതമാർഗം തെളിഞ്ഞിട്ടുന്നതിന് വേണ്ടി കുറച്ച് നാളായി പ്രാർത്ഥിക്കുന്നു. അപ്പോൾ എന്തായാലും ദൈവകൃപയാൽ അങ്ങനെ ഒരു വഴി തെളിഞ്ഞിട്ട് കൈയടിച്ച് ഈശോന് നന്ദി പറഞ്ഞേ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, ദൈവമേ ആരാധന, ആബാപിതാവേ ആരാധന, പരിശുദ്ധാത്മാവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ.
എല്ലാ ആഴ്ചയും പ്രാർത്ഥനയും കഴിഞ്ഞ് ഇവിടെ ഓട്ടോറിക്ഷ വിളിക്കാൻ വേണ്ടി പിള്ളേരെ പറഞ്ഞു വിടുമ്പോ ചേച്ചിക്ക് ഒരു കാറ് കിട്ടാൻ വേണ്ടുന്നു. മോനെ ദൈവം അനുഗ്രഹിക്കട്ടെ, മോനെ നാവ് പൊന്നായി പോട്ടെ, അവന് ചതിക്കല് ഇനി ഒരുപാട് അലക്കാനുള്ളതാന്ന് പറഞ്ഞു. എന്നാലും ചേച്ചിയുടെ കാറ് വന്നു, പക്ഷെ കാറ് ഇങ്ങോട്ട് വരുന്നില്ലല്ലോ ഇപ്പൊ. അത് സ്റ്റാൻഡിൽ തന്നെ കിടപ്പണേ. ഡ്രൈവർ ജോലിക്കൂ, വേറെ ജോലിക്കൂ. ഭർത്താവിന്റെ കാര്യമാണ് പറയുന്നത്, ഡ്രൈവർ ജോലിക്ക് പോയത് കേൾക്കണ്ട. ഹല്ലേലൂയ. ഞായറാഴ്ച എല്ലാവരും കൂടെ പള്ളിയിലൊക്കെ ഒരുമിച്ച് വരുന്നുണ്ട്, കാണുന്നുണ്ട്, സന്തോഷമുണ്ട്. പ്രൈസലോ. നമ്മുടെ ആവശ്യങ്ങൾ എന്തായിരുന്നാലും ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ നടക്കാത്തതായിട്ട് ഒന്നുമില്ല. അതുപോലെ ഞങ്ങളുടെ ഇളയ മകൾ അനുഗ്രഹ മേരി ഇന്നലെ ഗാന്ധിജി യൂണിവേഴ്സിറ്റി പിന്നെ അങ്കമാലിയിൽ വെച്ച് നടന്ന പവർ ലിഫ്റ്റിംഗ് എക്യുപ്ഡ് ആ കോമ്പറ്റീഷനിൽ അവൾക്ക് സെക്കൻഡ് റണ്ണറപ്പായിട്ട് വിജയം ചെയ്തു. കൈയടിച്ച് ഈശോ എന്ന് പറഞ്ഞ് യേശുവേ നന്ദി. അപ്പൊ ഈ അടുത്ത നാളിൽ ഗോവയിൽ പോയി നാഷണൽ ലെവലിലുള്ള പവർ ലിഫ്റ്റിംഗ് മത്സരത്തിൽ പങ്കെടുത്തു. അപ്പൊ എന്നോട് പറഞ്ഞു, പപ്പേ ഈ യൂണിവേഴ്സിറ്റിയിൽ ഈ പ്രാവശ്യം എക്യുപ്ഡ് മാത്രമേ ഉള്ളൂ. അപ്പൊ ഓരോന്നിനും ഇറങ്ങുമ്പോഴാണ് കാര്യം കൂടുതൽ അറിയുന്നത്. നമ്മളും ഇതിലൊക്കെ ഇറങ്ങിക്കൊണ്ടിരിക്കണമെങ്കിലും അതിന് ഞാൻ പറഞ്ഞ ഉടുപ്പ് വല്ല വാടകയൊക്കെ എടുക്കാം. അങ്ങനെയൊന്നും എടുത്തിട്ട് കാര്യമില്ല, കറക്റ്റ് ആയിരിക്കണം. അല്ലെങ്കിൽ പിന്നെ മത്സരിച്ചാലും നല്ല ടൈറ്റ് ആയിട്ട് ഇരുന്നോണം. അപ്പൊ ആ ഉടുപ്പിന്റെ വില എത്ര? ഞാൻ പറഞ്ഞു ഉടുപ്പ് നമുക്ക് മേടിക്കാടി എന്ന് പറഞ്ഞു. അപ്പൊ അവിടെ പറഞ്ഞ് ഞെട്ടരുത്, ഉടുപ്പിന്റെ വില 36,000 രൂപ. പ്രൈസലോ. യേശുവേ നന്ദി. അപ്പൊ 70 കിലോ 90 കിലോ പൊക്കിയിരുന്ന സ്ഥാനത്ത് 130 കിലോ ഒക്കെ ഒറ്റടിക്ക് ഉടുപ്പിട്ടിട്ട് പൊക്കുമ്പോ പൊക്കും. ഇപ്പൊ അവള് 270 കിലോ പൊക്കിയാണ്, 290 കിലോ പൊക്കിയാണ് വിജയിച്ചു വന്നത്. നടക്കുന്ന കാര്യമാണ്. ഒരു ചെറിയ പെൺകൊച്ചനി. അപ്പൊ ദൈവം സഹായിച്ച അതൊക്കെ കിട്ടും. ഞാൻ പറഞ്ഞ കർത്താവെ നാണം കെടുത്തരുത്. ആദ്യമായിട്ട് 36,000 രൂപയുടെ ഉടുപ്പ്. അപ്പൊ സാറ് പറഞ്ഞ് ഉടുപ്പ് മേടിക്കാൻ നീ ഒരു റിക്വസ്റ്റ് കോളേജിൽ വെക്ക്. അപ്പൊ അവള് പറഞ്ഞ് അപ്പൊ ഒരു ഇത് എഴുതാന്ന് പറഞ്ഞു, റിക്വസ്റ്റ് വെച്ചു. അപ്പൊ പറഞ്ഞു പകുതി പൈസ കോളേജിൽ നിന്ന് തരും എന്ന് പറഞ്ഞു. പക്ഷേ സമയമായിട്ട് കോളേജിൽ നിന്ന് ഒരു തീരുമാനമായിട്ടില്ല, അത് പാസ്സായി വരണ്ടേ. അപ്പൊ ഇതൊക്കെ വരണ്ടേ. അപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു നമുക്ക് എങ്ങനെയെങ്കിലും തട്ടിക്കൂട്ടാം, സാറ് തരുമ്പോ തന്നാ മതി എന്ന് പറഞ്ഞു. അപ്പൊ സാറ് വീണ്ടും ഓഫർ പറഞ്ഞു, ജയിച്ചാൽ മുഴുവൻ പൈസ 36,000 രൂപ തന്നേക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അറിയില്ല അങ്ങനെ കിട്ടുമെന്ന്. കൈയടിച്ചോ നന്ദി പറഞ്ഞു. ഹല്ലേലൂയ. എന്നാൽ അവള് ജയിച്ചിട്ട് ഈ രീതിയിലൊക്കെ ജയിച്ചിട്ട് സെക്കൻഡ് റണ്ണറപ്പായി ജയിച്ചിട്ടുണ്ട്. എന്തായാലും യൂണിവേഴ്സിറ്റി ലെവലിൽ പോയിട്ട് ദൈവം ഉപേക്ഷിച്ചില്ല. വളരെ ടൈറ്റ് കോമ്പറ്റീഷൻ ആയിരുന്നു. അതിൽ ദൈവം വെറുതെ ആക്കിയില്ല. ദൈവത്തിന് നന്ദി പറയുക. നമ്മുടെ എല്ലാ പരിശ്രമങ്ങളും ദൈവത്തിന് സമർപ്പിച്ച് പ്രാർത്ഥിച്ച വെറും കൈയോടെ പോരാൻ ദൈവം ഒരിക്കലും ഇടയാക്കത്തില്ല. മേഴ്സേജിയുടെ മകള് ക്രിസ്റ്റീന UK-ലാണ്. എല്ലാവരും UK-കാരും കാനഡക്കാരാ. അതുകൊണ്ടും കൂടെ കുറെ പേരെ കാണാത്തത് കേട്ടോ. പ്രൈസലോ. ഞാൻ ഇന്ന് പറയണേ, ഒരു ഉപകാരമില്ല. ഒരുപാട് UK-കാർ, മേഴ്സേജിയുടെ മക്കളുടെ കാര്യമില്ല, ഒരുപാട് UK-കാരും കാനഡക്കാരും ഒക്കെ ഉണ്ട്. ഇപ്പൊ ഗൾഫിന്റെ ഭാഷം പോയി. പക്ഷെ ഒരു 5 കരിയുടെ ഉപകാരം പോലും പലരെ കൊണ്ടും ഇല്ല. പ്രൈസലോ. ചത്താലും ഇവിടെ നിന്ന് പോകില്ല, തല്ലിക്കൊന്നാലും ഇവിടെ നിന്ന് മാറില്ല, അങ്ങനെ ഉണ്ടാകും എന്ന് പറഞ്ഞവരൊക്കെ പറയുന്നത് ഒന്ന് വിളിക്കില്ല. പല ഓഫറുകളും പലരും പറയാറുണ്ട്. അപ്പൊ പറയുന്നത് ഇതാണ്, അവർക്ക് അവിടെ ഭയങ്കര കഷ്ടപ്പാടാണ്. പ്രൈസലോ. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ ഞാൻ പറയും ഇവിടെ തന്നെയാണ് നല്ലത്. അവർക്കൊന്നും തികയുന്നില്ല, ഭയങ്കര ബുദ്ധിമുട്ടിലാണ് പലരും. ഒരുപാട് വാഗ്ദാനങ്ങൾ നൽകി പോയിരിക്കുന്നവരുണ്ട്. അപ്പൊ ഇവിടെ ഉള്ളവർ തന്നെയാണ് പല രീതിയിലും ഉപകാരപ്പെടുന്നത്. പിന്നെ ദൈവം ആഗ്രഹിക്കുന്നത് പോലെ ഓരോ കാര്യങ്ങളും നടക്കത്തുള്ളൂ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, ദൈവമേ ആരാധന. ഹല്ലേലൂയ. എന്താണ് ഒരാൾ എന്നോട് പറഞ്ഞത്, ഷൈജു ബ്രദർ ഇപ്പൊ എവിടെ? ഞാൻ പറഞ്ഞു ഞാൻ വീട്ടിലുണ്ട്. നീ ഇപ്പൊ എവിടെയാണ്? പിന്നെ UK-ലാണ് അല്ലെങ്കിൽ ഗൾഫിലാണ് അല്ലെങ്കിൽ വീട്ടിലാണ്? കുടിച്ച് ആടി പാമ്പ് പോലെ ഇവിടെ പ്രാർത്ഥിക്കാൻ വന്ന് പ്രേമിക്കണ പെണ്ണിനെ കല്യാണം തല്ലിക്കൊന്നാലും കല്യാണം കഴിപ്പിക്കുമല്ലെന്നും പറഞ്ഞ് എല്ലാവരും ഇതിന് വീട്ടുകാരെയൊക്കെ വിളിച്ച് പറഞ്ഞ് സംസാരിച്ച് കല്യാണമൊക്കെ നടത്തി കുടിയൊക്കെ മാറി നല്ല രീതിയിലായി ഉയർത്തി UK വരെ എത്തി. അപ്പൊ ഞാൻ ചോദിച്ചു ഇപ്പൊ നീ എവിടെ? അവൻ പറഞ്ഞ് ഞാനിപ്പോ നാട്ടിലുണ്ട്, എറണാകുളത്തുണ്ട്. എന്നിട്ട് കണ്ടില്ലല്ലോ, മറ്റത് നീ ആദ്യം ഓടി വന്നത് ഷൈജു ബ്രദറിനെ കാണാനല്ലേ എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞ് ബ്രദറെ ഭയങ്കര തിരക്കാ, എല്ലായിടത്തും പോയി കഴിഞ്ഞു
കഴിഞ്ഞപ്പോൾ സമയമില്ല, അതാണ് ബ്രദറിനെ ഫോൺ വിളിച്ചത്. എനിക്ക് എന്താ നീ വിളിച്ചത് ഇപ്പൊ കാര്യം? വിളിച്ചതിൽ എന്തോ കാര്യം ഉണ്ടല്ല. അപ്പൊ പറഞ്ഞു എനിക്ക് കുടി മാറ്റാൻ വേണ്ടി പറ്റണില്ല. ഞാൻ ചോദിച്ചു വർഷങ്ങൾക്ക് മുമ്പ് ഇതെല്ലാം മാറി പച്ച പിടിച്ച് എല്ലാം നടന്ന് നല്ല രീതിയിൽ ഉയർന്ന്. ആ ബ്രദറെ അവിടെ ഇതില്ലാതെ പറ്റൂല. ആരാണ് അതിനോട് അതില്ലാതെ പറ്റൂല? അല്ല ബ്രദറെ വല്ല മരുന്നും പറഞ്ഞു തരാമോ, അല്ലെങ്കിൽ എന്ത് ചെയ്താ ഇത് മാറും? ഞാൻ ചോദിച്ചു നിനക്കൊന്നും ഇവിടം വരെ വരാൻ സമയമില്ലേ, അടുത്ത പ്രാവശ്യം വരാൻ വേണ്ടി നോക്കാം. എന്തായാലും ബ്രദർ അവള് വിളിച്ചാൽ ഈ കാര്യം പറയണ്ട, പണമില്ലാത്ത സാധനം അടിക്കണോണ്ട് അവൾ അറിയണില്ല, പക്ഷേ കടം മാത്രമേ ഉള്ളൂ, ഒന്നും തികയണില്ല. പ്രൈസലോ, ഹല്ലേലൂയ. യേശുവേ നന്ദി. ദൈവം തന്ന അനുഗ്രഹങ്ങൾ തന്നെ പലപ്പോഴും നമുക്ക് ദൈവത്തിനും അവരവർക്കും എതിരെ ഉപദ്രവങ്ങളായി തീരുന്ന അവസ്ഥ. അപ്പൊ ലൂക്കാ സുവിശേഷത്തിലെ 1-ാമത്തെ അധ്യായത്തിലെ 14-ാമത്തെ വാക്യത്തിലൂടെ നമുക്ക് ആരംഭിക്കാം. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം. ഒന്ന് വായിച്ചേ, ലൂക്കാ സുവിശേഷം 1-ാം അധ്യായം 14-ാമത്തെ വാക്യം. അവിടെ പറയുന്നത് എന്താണ്? അത്യുന്നതങ്ങളിൽ പറയുന്നത് എല്ലാവരും ഉപവാസ പ്രാർത്ഥനകളിൽ വിഷമിച്ചിരിക്കണം. ഭൂമിയിൽ ആർക്കാണ്? തമ്മനത്തുള്ളവർക്ക് മാത്രം സമാധാനം വന്നിട്ടുള്ളത്. അങ്ങനെയാണോ പറഞ്ഞേക്കണ? ആർക്കാ സമാധാനം? ആർക്കാ? ഒന്ന് വായിച്ച് ലൂക്കാ 1:14 അങ്ങനെയാണോ പറഞ്ഞേക്കണത്? പ്രൈസ് ലോർഡ്. ലൂക്കാ 1:14 കിട്ടിയില്ല ആർക്കും. ബൈബിൾ എടുത്തു കൊടുക്കുക ബ്രദറെ. സുരേന്ദ്രന്മാർ എവിടെയെങ്കിലും ഇല്ല, പറമ്പത്തോടൊക്കെ കഴിഞ്ഞ്. പ്രൈസ് ലോർഡ്. ആള് എവിടെയെങ്കിലും ഇല്ല. ഇനി പുതിയ വീടൊക്കെ വെക്കണ കാര്യവും പണിയണ കാര്യമൊക്കെ ആലോചിച്ചോണ്ടിരിക്കണേന്ന് പറഞ്ഞു. കൈയടിച്ച് ഈശോ നന്ദി പറഞ്ഞേ. ഹല്ലേലൂയ. 5 വർഷമായിട്ട് തടസ്സപ്പെടുത്തുന്ന വന്നത് മുടക്കി കളഞ്ഞുകൊണ്ടിരുന്ന അങ്ങനത്തെ ഒരു കഥ. ഹല്ലേലൂയ, ഹല്ലേലൂയ. വളരെയധികം വെല്ലുവിളികളും വിഷമങ്ങളിൽ കൂടെ കടന്നുപോയ വ്യക്തിയാണ്. 2 പെമക്കളെ കല്യാണം കഴിപ്പിച്ചു. കല്യാണം പോയി തച്ചിന് മുടക്കുന്ന കണ്ടിട്ടോ, അങ്ങനെ മുടക്കിക്കൊണ്ടിരുന്ന കല്യാണമാണ്. 2 നടത്തിക്കൂല, പെമ്പിള്ളേരെ പെരക്കാത്ത നിർത്തും എന്നും വെല്ലുവിളിച്ച് പറഞ്ഞിരുന്ന വന്ന് കരഞ്ഞ് എല്ലാവരും കൊണ്ട് പ്രാർത്ഥിപ്പിച്ചുള്ള ദൈവകൃപ 2 പെമക്കളുടെയും കല്യാണവും നടന്നു. ദൈവം ഒരാൾക്ക് കുഞ്ഞിനെയും കൊടുത്തു, ഒരു മകൾക്ക് കുഞ്ഞിനെയും കൊടുത്തു. ഇപ്പൊ വസ്തു വിൽക്കാനായിട്ട് 5 വർഷമായിട്ട് ബുദ്ധിമുട്ടിരുന്ന ആ കാര്യം ദൈവകൃപ. അതൊന്നെല്ലാവരും ഒന്നും കൂടെ സൂചിച്ച് പ്രാർത്ഥിച്ച് അതിന്റെ കാര്യങ്ങള് എല്ലാം ദൈവം നിറവേറ്റി കൊടുത്തുകൊണ്ടിരിക്കുക. സ്തുതിച്ചേ, സ്തുതിപ്പൊളി വരട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ഏത് കാര്യം ആര് മുടക്കിയതാലും ആര് തരാത്തത് നാട്ടു നടപ്പ് എതിരാണെങ്കിൽ പോലും ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല. ആ ലൂക്കാ 1:14 വായിച്ച് കിട്ടിയില്ലേ? ലൂക്കാ 1:14 ഇല്ലേ? ബൈബിളില്ലേ? അത് പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ലൂക്കാ സുവിശേഷം 2-ാം അധ്യായം 14-ാം വാക്യം. അത്യുന്നതന്റെ കൃപ ലഭിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി. മത്തായി സുവിശേഷം 19-ാം അധ്യായം 11-ാം വാക്യത്തിൽ വിവാഹ ജീവിതത്തെക്കുറിച്ചും ദൈവരാജ്യത്തെക്കുറിച്ച് പ്രതിഷണ്ഡന്മാരാക്കുന്നവരെ കുറിച്ച് യേശു പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ശിഷ്യന്മാർ യേശുവോട് ചോദിക്കുന്നുണ്ട്, അങ്ങനെയെങ്കിൽ ഇത് ആർക്ക് സാധിക്കും? അപ്പൊ കർത്താവ് പറഞ്ഞ മറുപടി ഇതാണ്. മത്തായി 19:11 കൃപ ലഭിച്ചവർക്കല്ലാതെ ആർക്കും ഇത് സാധിക്കുകയില്ല. എങ്ങനെ? കൃപ ലഭിച്ചവർക്കല്ലാതെ ആർക്കും ഇത് സാധിക്കില്ല. അടുത്തിരിക്കുന്ന ആളുടെ കൈ പിടിച്ചിട്ടൊന്ന് പറയും, കൃപ ലഭിച്ചവർക്കല്ലാതെ ആർക്കും ഇത് സാധിക്കില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി. അപ്പൊ ഏത് കാര്യത്തിനും നമ്മളിന്ന് കൊണ്ടുവന്നിരിക്കുന്ന ഏത് കാര്യത്തിനും ഉണ്ണീശോയ്ക്ക് കത്ത് എഴുതി കൊണ്ടുവന്നിട്ടുണ്ടോ? നിങ്ങളുടെ നിയമങ്ങൾ എഴുതി കൊണ്ടുവന്നിട്ടുണ്ടോ? ഇല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പേന പേപ്പറും ഇല്ലാഞ്ഞിട്ടാണ് കൊണ്ടുവന്നിട്ടുണ്ട്. മറന്നുപോയി. ചിലർ ഓർത്ത് സാരമില്ല, ഇതിലൊന്നും വലിയ കാര്യമില്ല, കർത്താവിനോട് നേരിട്ടങ്ങാണ് പറയാം. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം കേട്ടോ മനസ്സിലായത്, കർത്താവിനെ പൂജാരാജാക്കന്മാരെ ആരാധിക്കാൻ വേണ്ടി വന്നപ്പോ എന്തൊക്കെയാ ഉണ്ടെന്നത്? പൊന്നും കുതിർക്കോ മീറ്. ഒരു മരപ്പണിക്കാരൻ നാട് വിട്ടു പോയാൽ അയാളെ വല്ലവരും പണിക്ക് വിളിക്കുമോ? ഒരു പരിചയമില്ലാത്ത സ്ഥലത്ത്. ഇന്നത്തെ കാലമല്ല, ഇന്ന് തന്നെ എനിക്കറിയാവുന്ന ഒരു ശശിച്ചേട്ടൻ ഗൾഫിൽ പോയി. അപ്പൊ 5 വർഷം എന്താണ്ട് ഗൾഫില്, അത് വേറെ ഫൈബർ ഇതിന്റെ പണിയായിരുന്നു. തിരിച്ച് നല്ല ഇവിടെ പണിയുണ്ടായിരുന്ന ആളാണ്. ഒരു ഇച്ചിരി കാശ് കൂടുതൽ ഉണ്ടാക്കാനാണ് ഗൾഫിൽ പോയത്, വീടൊക്കെ ഒന്ന് പുതുക്കും എന്നും പറഞ്ഞിട്ട്. അതൊട്ട് സാധിച്ചില്ല. നാട്ടിലോട്ട് തിരിച്ചു വന്നു കഴിഞ്ഞിട്ട് ഒരു മനുഷ്യനും ഈ മനുഷ്യനെ എന്തിനു മരപ്പണിക്ക് വിളിക്കണില്ല. വല്ല കാലത്തും എന്തെങ്കിലും
കിട്ടും. പ്രൈസലോ. വേറെ ആളുകൾക്ക് പണി കൊടുത്തോണ്ടിരുന്ന. അപ്പൊ എന്നോട് പറഞ്ഞു, ബ്രദറെ എല്ലാ കണക്ഷനും വിട്ടുപോയി, ആൾക്കാർ വേറെ ആൾക്കാർക്കൊക്കെ ആരൊക്കെ പണിക്ക് വിളിച്ച് അവരായിട്ട് സെറ്റായി. ഇപ്പൊ ഇനി നമുക്ക് പുതിയതായിട്ട് അവസരങ്ങൾ കിട്ടി വരാൻ ഇച്ചിരി പാടാണ്. ഒന്നാമത്തെ ഇപ്പൊ ഇത്തിരി കുറവാണ്, എല്ലാം റെഡിമെയ്ഡാ വരുന്നത്. അതുകൊണ്ട് നല്ലോണം പ്രാർത്ഥിക്കണം കേട്ടോ ബ്രദറെ എന്നും പറഞ്ഞു തുടങ്ങി. ഹല്ലേലൂയ. അപ്പൊ ഔസേപിതാവും മാതാവും ഉണ്ണീശും കൂടെ പിന്നെ പാലായനം ചെയ്ത അവസ്ഥകളൊക്കെ ഔസേപിതാവിനെ അവിടെ വല്ല പണി കിട്ടിയിട്ടുണ്ടാവോ? ഒരുപാട് പ്രൈസലോ. പക്ഷെ ഇന്നത്തെ എന്താ അവിടെ പണിയണത്? ഹല്ലേലൂയ. അപ്പൊ ഇന്നത്തെ പോലെ അല്ല, പരദേശിയായിട്ട് തന്നെ കണക്കാക്കുന്ന കാലഘട്ടം. പക്ഷെ ആ സമയത്ത് അവർക്ക് ഉപകാരപ്പെട്ടത് എന്തായിരിക്കും? ഈ പൂജ രാജാക്കന്മാര് കാണാൻ വന്നപ്പോ എന്താ കൊണ്ടുവന്നത്? പൊന്ന് കൊണ്ടുവന്നു അല്ലേ? പൊന്ന് കൊടുത്ത കാശ് കിട്ടും, വിറ്റും കാശാക്കാൻ പറ്റും, ഉപയോഗിക്കാൻ പറ്റും, ആഭരണമായിട്ട് ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ ഔസേപിതാവിന്റെ ആ കുടുംബം, ഔസേപിതാവും മാതാവും ഉണ്ണിയേശുവിനെ അവർക്ക് നേരിടേണ്ട കാര്യങ്ങൾക്ക് വേണ്ടി സ്വർഗം ഈ ജ്ഞാനികളായ രാജാക്കന്മാരെ ഒരുക്കി അവർക്ക് വേണ്ടത് ഒരുക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എല്ലാവരും ഭയങ്കര വിഷമിച്ചിരിക്കണത്. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. യേശുവേ ഉമ്മ വച്ചുണർത്തിയ ആട്ടിടയ ഉന്നതരെ നിങ്ങൾ ഹൃദയത്തിൽ യേശുനാഥൻ പിറന്നു. ലാലാ പിന്നെ മോർഫിൻ ഗുളിക മാത്രം കൊടുത്തുകൊണ്ടിരിക്കുന്ന 31ാമത്തെ വയസ്സിൽ ക്യാൻസർ രോഗം മൂലം ഗുരുതരാവസ്ഥയിൽ കഴിയുന്ന ബിനു എന്ന മകന് വേണ്ടി പോയി പ്രാർത്ഥിച്ചു. ഇന്നലെ ഞങ്ങൾ വീണ്ടും ഒന്നും കൂടെ ആ മകനെ കാണാൻ പോയി. അപ്പൊ ഇപ്പൊ ടെസ്റ്റ് ചെയ്തിട്ട് ക്യാൻസർ കാണാനില്ലെന്നാ പറയുന്നത്. കയ്യടി യേശു നന്ദി പറഞ്ഞേ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. അപ്പോൾ രാജഗിരി ഹോസ്പിറ്റലിലെ ട്രീറ്റ്മെന്റ് ആയിരുന്നു. ഇനി ഒന്നും ചെയ്യാനില്ല. ആശുപത്രിയുടെ മരുന്നിന്റെ കുഴപ്പമല്ല, ആ മകന്റെ രോഗാവസ്ഥ, രോഗം മൂർച്ഛിച്ച് ചെയ്തതിലൊന്നും ഫലമില്ലാത്ത ഗുരുതരാവസ്ഥയിൽ വെട്ടം കാണാൻ വയ്യ, ശബ്ദം കേൾക്കാൻ വയ്യ. അങ്ങനെ കിടന്നപ്പോൾ ഒച്ചയില്ലാതെ പ്രാർത്ഥിച്ചിട്ട് പോകുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പൊ അവരുടെ അമ്മ പറഞ്ഞ് ബ്രദറിനോട് വിളിച്ചപ്പോ പ്രാർത്ഥിക്കാൻ വേണ്ടി വിളിച്ച് കുറച്ച് ദിവസം കഴിഞ്ഞ് ഞാൻ പറഞ്ഞു ഞാൻ കുറച്ച് ദിവസം പ്രാർത്ഥിച്ചിട്ട് വരാം എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാൻ വരട്ടെ എന്നും പറഞ്ഞ് അവര് വിളിച്ചല്ലേ. അപ്പൊ അവര് പറഞ്ഞു വരണ്ടെന്ന് പറഞ്ഞു. കാരണം വേറെ ആരോടും പ്രാർത്ഥിക്കാൻ വന്നിട്ട് അവനെ പ്രാർത്ഥിച്ച് കൊല്ലാറാക്കി എന്ന് പറഞ്ഞാൽ. പ്രൈസ് ദി ലോർഡ്. തലയിലൊക്കെ പിടിച്ച് അവനെ കുലുക്കി പറിച്ച് മേടാക്കി അവസാനം ചെക്കൻ ബോധമിട്ട് വീണെന്നാണ്. വീഴേണ്ട കേസ് വീഴണം. ക്യാൻസർ രോഗിനോട് ഇങ്ങനത്തെ ക്രൂരത കാണിക്കാം. ഇപ്പൊ ഈ പ്രോഗ്രാം കാണുന്ന കേൾക്കുന്ന പ്രാർത്ഥനക്കാരൊക്കെ ഉണ്ടെങ്കിൽ ദൈവത്തെ ഓർത്ത് നമ്മളിങ്ങനത്തെ ചില വിവേകങ്ങളൊക്കെ കാണിക്കണം. വിവേകത്തിന്റെ വരവാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. ഹല്ലേലൂയ. അവനെ കൊല്ലാറാക്കി കളഞ്ഞിരുന്ന പ്രാർത്ഥനക്കാരെ പേടിയായി പോയെന്നാ പറഞ്ഞ. അപ്പൊ ഞാൻ പറഞ്ഞു പ്രാർത്ഥിക്കണില്ല, നേരത്തെ വിളിച്ചതല്ലേ. സിസ്റ്റർ ഉണ്ട്, അവരുടെ ഒരു കന്യാസ്ത്രീ ഉണ്ട്, സിസ്റ്ററെ വിളിച്ചു പറഞ്ഞതാ. അപ്പൊ ഒന്ന് വന്ന് കണ്ടിട്ട് പോരട്ടെ എന്ന് പറഞ്ഞപ്പോൾ അന്ന് വന്നോ. പക്ഷെ അവന് ആളുകളെ കാണുന്നതൊക്കെ ദേഷ്യമാണ്. പിന്നെ ഇരുട്ടത്താണ് കിടക്കുന്നത്, ഒച്ചയും ശബ്ദം ഒന്നും കേട്ടുകൂടാ. അതുകൊണ്ട് ഞാൻ പിന്നെയും പറയണേണ് ബ്രദർ വന്നിട്ട് പ്ലീസ് ഒച്ചയിലൊന്നും അവന് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതെന്ന് പറഞ്ഞു.
ഒച്ചയിൽ മാത്രമല്ല പ്രാർത്ഥിക്കേണ്ടത്. ഞങ്ങൾ എവിടെ പോകുന്നു അവിടെ ദൈവം പ്രവർത്തിക്കാൻ വേണ്ടി ഒരുപാട് പേര് പ്രാർത്ഥിക്കുന്നുണ്ട്. ഇവിടെ പ്രാർത്ഥിക്കാൻ വിളിക്കുന്നവർ അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടി ഞങ്ങളുടെ മിടുക്കോ യോഗ്യതയല്ല, ഒരുപാട് വിധവകളും അനാഥരും ഏകസ്ഥരും ഒക്കെ ഒരുപാട് പേര് പ്രാർത്ഥിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ തൃശ്ശൂര് ഒരു കൂട്ടായ്മയിൽ ആദ്യമായിട്ടാണ് ജീവിതത്തിൽ ആദ്യമായിട്ട് ഇങ്ങനെ പ്രസംഗിക്കാൻ അങ്ങനത്തെ ഒരു കൂട്ടായ്മയിൽ പോയത്. അന്ധരി, മുടന്തരി, ചെകിടരി, വികലാംഗരി അങ്ങനെയുള്ളവരുടെ മാത്രം ഒരു കൂട്ടായ്മ. അവരെ നോക്കുന്നവരും കുറേ പേരുണ്ട്, ഇതിനേക്കാൾ കൂടുതൽ ഇരട്ടി ആൾക്കാരുണ്ട്. അപ്പോൾ പോരാൻ നേരം ഞാൻ മുട്ടുകുത്തിയിട്ട് ഞാൻ വീണ്ടും ശുശ്രൂഷയ്ക്ക് വേണ്ടി പോണേ. അന്ന് രാത്രി ചിറ്റൂര് പ്രസംഗിക്കണം, പകല് ചിറ്റൂര് പ്രസംഗിച്ചു, ഉച്ച കഴിഞ്ഞാണ് ഈ ശുശ്രൂഷ തൃശ്ശൂര്. അവിടെ നിന്ന് തിരിച്ച് വീണ്ടും ശുശ്രൂഷയ്ക്ക് വരണം. അപ്പം ഞാൻ മുട്ടുകുത്തി നിന്നിട്ട് ഈ ഇരിക്കുന്നിടത്തുനിന്ന് ആരെങ്കിലും എഴുന്നേൽപ്പിച്ചല്ലാതെ എഴുന്നേൽക്കാൻ പറ്റാത്ത കിടന്ന് പ്രാർത്ഥന കേൾക്കുന്ന, വചനം കേൾക്കുന്ന, കണ്ണ് കാണാത്ത, മുമ്പിലിരുന്ന ആൾ പറഞ്ഞ് ബ്രദറെ എനിക്ക് കണ്ണ് കണ്ടുവിടട്ടാ എന്ന് പറഞ്ഞ്. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. അവരെല്ലാം കൂടെ പ്രാർത്ഥിച്ചിട്ടാ വിട്ട. ബ്രദറിന്റെ ശുശ്രൂഷക്ക് വേണ്ടി, ടീമിന് വേണ്ടി, ഇവിടെ കടന്നു വരുന്നവർക്ക് വേണ്ടി എല്ലാം ആ കണ്ണില്ലാത്തതും കാതില്ലാത്തതും കൈയില്ലാത്തതും കാലില്ലാത്തതും പ്രാർത്ഥിച്ച ദൈവം കേൾക്കോ? അതൊക്കെയാണ്. അല്ലാതെ നമ്മള് കാണിച്ചു കൂട്ടുന്ന കോപ്രായത്തിന്റെ ഒന്നുമില്ല. ഇതുപോലെ പ്രാർത്ഥിക്കുന്ന ഒരുപാട് പേര് ഈ കൂട്ടായ്മയ്ക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കാറില്ലേ? എന്നാ മതി. പ്രൈസ് ലോർഡ്, സന്തോഷം. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. അങ്ങനെ ഒരുപാട് പേര് പ്രാർത്ഥിക്കുന്നവരും പല സ്ഥലങ്ങളിൽ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവര് ഏതെങ്കിലും ഒരു സമയത്ത് എവിടെയെങ്കിലും ദൈവം, കാരണം ഈ 10-35 വർഷത്തെ ശുശ്രൂഷ എന്ന് പറയുമ്പോൾ എവിടെയെങ്കിലും ആരെങ്കിലും പ്രാർത്ഥിക്കുന്നുണ്ട്. ഇന്നാള് വേറൊരു ബ്രദർ പറഞ്ഞതാ, നീ വലിയ മെടുക്കനൊന്നും വേണ്ട, നിന്റെ അപ്പം പ്രാർത്ഥിച്ചേക്കണ പ്രാർത്ഥനയുടെ അനുഗ്രഹമാണ് ഇപ്പോഴും നിനക്ക് ഇങ്ങനെ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റുന്നത്. കറക്റ്റാണ്. ഹല്ലേലൂയ. വെളുപ്പാങ്കാലത്ത് എഴുന്നേറ്റ് തിരുരക്തത്താൽ എന്നെ കഴുകേണമേ, തിരുരക്തത്താൽ എന്നെ നിറക്കേണമേ. അതല്ല സുരാജി കേട്ടത്? പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. യേശുവേ നന്ദി. ഇതാണ് അപ്പച്ചൻ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന. തിരുരക്തം പാടി, തിരുരക്തത്താൽ എന്നെ കഴുകേണമേ, തിരുരക്തത്താൽ എന്നെ നിറക്കേണമേ. ഇതാരുണ്ടാക്കിയ പാട്ടാന്ന് പറഞ്ഞ് തന്നെത്താനെ ഉണ്ടാക്കിയതാ, വേറെ വരിയൊന്നും ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. അങ്ങനെ യേശുവിന്റെ തിരക്തം കൊണ്ട് കഴുകി അപ്പൊ എന്നെ കളോടി മാറാൻ വേണ്ടിയാ പ്രാർത്ഥിക്കാൻ പോയത്. പക്ഷെ ദൈവ ശുശ്രൂഷയിലേക്ക് കുടുംബത്തെ മുഴുവൻ അനുഗ്രഹിച്ചു ഉയർത്തി എന്ന് മാത്രമല്ല, വല്ല മരം വെട്ടാനോ എന്തെങ്കിലും ആരെങ്കിലും അവിടെ വരുമ്പോ കുടിച്ചോണ്ട് കുടിച്ചവരാണെന്ന് പറഞ്ഞാൽ ഓടിക്കും. ഈ കോമ്പൗണ്ടിന്റെ അകത്ത് കയറണമെന്ന് പറയും. ഇനി ഒരു വീഡിയോ വലിക്കണവരാണെങ്കിൽ പോലും അവിടെ ഒച്ചയമ്പകളോ കേട്ട് ഞങ്ങളെ അമ്മയൊക്കെ വരുമ്പോ പറയും, ഇതിന്റെ അകത്ത് നീ മരം വെട്ടിക്കോ, നിന്റെ പണിക്കാശ് തരും, പക്ഷെ ഇതിന്റെ അകത്ത് നിന്ന് വീഡിയോ സിഗരറ്റ് ഒന്നും വലിക്കാൻ പറ്റത്തില്ല. അപ്പൊ അമ്മ പറയും, ദൈവമേ ഇത് എന്ത് മേടായിപ്പോയി, ഇത് കിട്ടിയില്ലെങ്കിൽ കലക്കി സിഗരറ്റിന്റെ കുറ്റി വെള്ളത്തിട്ടിട്ട് ചാർമിനാറൊക്കെ പിഴിഞ്ഞു കുടിച്ച ആളാണ്. പ്രൈസലോ. അതിന്റെ കുറ്റിയില്ലേ, അതൊക്കെ കൂടി പെറക്കി കൂട്ടിയിട്ട് മേടിക്കാൻ നിവർത്തിയില്ലെങ്കിലും അപകടം പറ്റിയിരിക്കുന്ന സമയത്തൊക്കെ ഇങ്ങനെ ചെയ്യുന്നത് കണ്ടിട്ട് അത്ര അഡിക്ഷനാ. അതുകൊണ്ട് അവര് വലിക്കണമെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് എന്തിനാ വെള്ളം ഉണ്ടാക്കണം? അപ്പൊ പറയും, ഞാൻ ബന്ധിച്ച് പ്രാർത്ഥിച്ച് കുന്തിരിക്കം പോച്ച് എല്ലാ ദിവസവും കുന്തിരിക്കം പോക്കും. അങ്ങനെ ഇട്ടേക്കണ ഒരു കുടുംബം. അവന്റെ വീടി വലിച്ചുകൊണ്ട് ഇവിടുത്തെ മരം വെട്ടണ്ട. പ്രൈസലോ, ഹല്ലേലൂയ. കള്ളിന്റെയും വീടിയുടെ ഒക്കെ മണം കേട്ടാ പോലും അപ്പന് അലർജി ആയിരുന്നു. ദൈവമേ, ഇതുപോലെ അത്രക്ക് മരിക്കുന്നത് വരെ ദൈവം അതിനോട് അറപ്പും വെറുപ്പും കൊടുത്തു. ഹല്ലേലൂയ. യേശുവേ നന്ദി. അപ്പൊ ആ അപ്പന്റെ പ്രാർത്ഥനയുടെ മധ്യസ്ഥം ഓരോ ശുശ്രൂഷയിലും അനുഭവിക്കുന്നുണ്ട്, ഓർക്കുന്നുണ്ട്, അത് അനുഭവപ്പെടുന്നുണ്ട്. ഹല്ലേലൂയ. യേശുവേ നന്ദി. അപ്പൊ കൃപ, ദൈവത്തിന്റെ കൃപ കുടുംബത്തിലേക്ക് കടന്നു വരും. മാതാപിതാക്കൾ പ്രാർത്ഥിക്കുമ്പോൾ മക്കളിലേക്ക് കടന്നു വരും, മക്കൾ പ്രാർത്ഥിക്കുമ്പോൾ മാതാപിതാക്കളിലേക്ക് കടന്നു വരും. റോമാലേഖനം 16-ാം അധ്യായത്തിൽ 20-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, സമാധാനത്തിന്റെ ദൈവം ഉടൻ തന്നെ പിശാചിനെ നിങ്ങളുടെ കാൽ കീഴിലാക്കി തീർത്തത്. നിങ്ങളുടെ കുടുംബത്തിൽ സമാധാനം ഇല്ല. ഞാൻ യൂട്യൂബിൽ കഴിഞ്ഞ ദിവസം വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. സമാധാനമില്ലാതെ പോസ്റ്റ് ചെയ്യാൻ കാര്യം ഇതാണ്, വേറെ ഏതോ ഒരു വിഷയത്തിന് വേണ്ടി വചനം പോസ്റ്റ് ചെയ്തപ്പോ ഒരു സഹോദരി എഴുതിയിട്ടേക്കണേ, ബ്രദറെ കുടുംബത്തിൽ സമാധാനം ഉണ്ടാകാനും വഴക്കം മാറാൻ വേണ്ടി ഏത് വചനം പ്രാർത്ഥിക്കണം എന്ന്, അല്ലെങ്കിൽ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യാൻ പോകുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ.
യേശുവേ നന്ദി. എന്താ പറയുന്നത്? സമാധാനത്തിന്റെ ദൈവം ഉടൻ തന്നെ പിശാചിനെ നിങ്ങളുടെ തകർത്ത് കളയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി. ദൈവം പല മുന്നറിയിപ്പുകളും പലരിലൂടെയും നമുക്ക് തരും. സിറാഖൂസ് രാജാവിന്റെ കഥ വായിച്ചിട്ടുള്ളവർക്കാണ്. അദ്ദേഹം ഭയങ്കര വിരുന്ന് പ്രിയനാണ്. അപ്പൊ എവിടെ വിരുന്നുണ്ടെങ്കിലും രാജാവ് ഉപേക്ഷിക്കില്ല. വേറെ എന്ത് മാറ്റി വെച്ചാലും കൊള്ളാം, ചാടി വീണ് വിരുന്നിന് വേണ്ടി പോകും. വിരുന്ന് സൽക്കാരപ്രിയനാണ്. അങ്ങനെ വിരുന്ന് കൂടാൻ വേണ്ടി പോകുമ്പോ പുറകെ ഒരാൾ ഒരു എഴുത്തും പിടിച്ച് ഓടി വന്നുകൊണ്ടിരിക്കണേ, അല്ലയോ മഹാരാജാവേ, രഥത്തിന്റെ പുറകെ ഓടുകയാണ്, അങ്ങ് ഇത് പൊട്ടിച്ച് വായിക്കണം. നിങ്ങളിത് കേട്ടിട്ടുണ്ടായി കഥ? ദൈവമേ, എത്ര പ്രാവശ്യം പറഞ്ഞതാ, ഇതുവരെ കേട്ടിട്ടില്ലേ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ അതുകൊണ്ടാണ് ഇതൊക്കെ പിടിച്ച് യൂട്യൂബിൽ വീഡിയോ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇനി മറന്നു പോകാതിരിക്കട്ടെ. എന്നിട്ട് ഇയാള് പുറകെ ഓട് എഴുത്തും പിടിച്ചുകൊണ്ട് രാജാവിന്റെ രഥത്തിന്റെ പുറകെ വരുന്നത്, അല്ലയോ മഹാരാജാവേ, ഈ എഴുത്ത് അങ്ങ് ഇപ്പോൾ തന്നെ പൊട്ടിച്ചു വായിക്കണമേ. വളരെ പ്രധാനപ്പെട്ട കാര്യമല്ല, രാജാവിന് വേദം പഠിപ്പിക്കാൻ വേണ്ടി നോക്കിയിട്ട് രാജാവിനെ അധികം മേടിച്ച് പോക്കറ്റിലോട്ട് ഇട്ടിട്ട് ആദ്യം വിരുന്ന് പിന്നെ എഴുത്ത് എന്ന് പറഞ്ഞു. അപ്പൊ ഇയാള് പറഞ്ഞു, അല്ലേ രാജാവ്, അത് പോക്കറ്റിലിട്ടുകൊണ്ടിരിക്കാതെ അങ്ങത് വായിക്കണം, വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, ഒന്ന് പോടാ നിന്റെ പാട്ടിൽ പറഞ്ഞു. അപ്പൊ അവനെ ഉപദ്രവിച്ചൊന്നുമില്ല ഭാഗ്യത്തിന്. അങ്ങനെ രാജാവ് പോയി വിരുന്ന് സൽക്കാരത്തിൽ പങ്കെടുത്തു. ആ വിരുന്ന് സൽക്കാരത്തിൽ വെച്ച് ചതിച്ച് രാജാവിനെ കൊല്ലാൻ പ്ലാനിട്ടിരുന്നു. രാജാവിന്റെ ചങ്കിലേക്ക് കത്തിയിറക്കി പെടഞ്ഞ് മരിക്കുമ്പോൾ ആ ചങ്കിലൂടെ ഒഴുകിയ ചോര ഈ കീശയിൽ കിടക്കുന്ന എഴുത്തിലേക്ക് ഇറ്റിറ്റ് വീണു വന്ന് നിറഞ്ഞ് പിടഞ്ഞ് ഇയാൾ മരിക്കുകയാണ്. അതായത് രക്ഷപ്പെട്ടോ, ഈ വിരുന്നിൽ അങ്ങ് പങ്കെടുക്കരുത്, അങ്ങയെ കൊല്ലാൻ വേണ്ടി ശത്രുക്കൾ പദ്ധതി ഒരുക്കിയിരിക്കുന്ന വിരുന്നാണിത്. അതുകൊണ്ട് അങ്ങ് തിരിച്ചു പോകണമെന്നാണ് ഈ എഴുത്തിൽ ഈ മെസ്സേജ് അറിഞ്ഞ ആള് എഴുതിയിട്ടിരുന്നത്. അയാൾ ഇത് അവിടെ പരസ്യമായിട്ട് വിളിച്ചു പറഞ്ഞെങ്കിൽ അയാൾക്ക് പോലും പല വിധത്തിൽ അത് ഉപദ്രവത്തിന് കാരണമാകും. പക്ഷെ മുന്നറിയിപ്പ് പോക്കറ്റിൽ കിടക്കുകയാണ്. പക്ഷെ ആ മുന്നറിയിപ്പും പോക്കറ്റിൽ കിടന്നുകൊണ്ട് അവിടെ രാജാവിന്റെ അന്ത്യം സംഭവിക്കുകയാണ്. ഇപ്പൊ ക്രിസ്മസ് നമുക്ക് പറഞ്ഞു തരുന്ന ഒരു മുന്നറിയിപ്പ് ഇതാ. ഇപ്പൊ ഓടിക്കൊണ്ടിരിക്കുന്ന തിരക്കും പല ഓട്ടവും ഇതാ, നിർത്തേണ്ടതും തിരിച്ചുവിടേണ്ടതും മാറ്റം വരുത്തേണ്ട സമയമൊക്കെ കഴിഞ്ഞു. യെശയ്യാ പ്രവചനം 52-ാം അധ്യായം 12-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, നിങ്ങൾ തിടുക്കം കൂട്ടുകയോ വേഗം ഓടുകയോ വേണ്ട, കർത്താവാണ് നിങ്ങളുടെ പിൻകാവൽക്കാരൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, ദൈവമേ ആരാധന, ആബാപിതാവേ ആരാധന. ഹല്ലേലൂയ. ക്രിസ്മസ് നമ്മളോട് പറയുന്നത് ഇതാ, സമാധാനത്തോടെ കാര്യങ്ങൾ ചെയ്യുക, എല്ലാം ദൈവത്തിന് വിട്ടുകൊടുക്കുക. കർത്താവിന്റെ കൃപ നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. ലൂക്കാ 2:14 കേട്ട വചനം എന്താണ്? അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ അടുത്തിരിക്കാക്കുന്ന കൈ പിടിച്ച് മറന്നു പോകാതിരിക്കട്ടെ. ലൂക്കാ 2:14 അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവ കൃപ ലഭിച്ചവർക്ക് സമാധാനം ഉണ്ടെങ്കിൽ തന്നെ ഒരു സമാധാനം ഉണ്ട്, അല്ലെ? സമാധാനം ഉണ്ടോ? ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. സമാധാനം ഉണ്ടെന്നൊക്കെ പറഞ്ഞാൽ ഉള്ളിൽ ഇങ്ങനെ പുകഞ്ഞ് വിഷമിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയായിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു നിമിഷം ഒന്ന് കണ്ണുകളടച്ച് നമ്മുടെ ഒരു 5 നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഇതാ, ഈ വർഷത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് നമ്മൾ കടന്നു വരികയാണ്. നമ്മുടെ YMCA കൂട്ടായ്മ ഇനി അടുത്ത ശുശ്രൂഷ 23-ാം തീയതി, 4ാമത്തെ ശനിയാഴ്ച 28. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ ഇന്ന് 14-ാം തീയതി, അടുത്തത് 28-ാം തീയതിയാണ്. അപ്പൊ ഈ വർഷം നമുക്ക് ഇനി ഒരു ശുശ്രൂഷയുള്ളൂ. അടുത്ത തവണത്തെ ശുശ്രൂഷ ഈ വർഷം മുഴുവൻ നമ്മുടെ ജീവിതത്തിലും കൂട്ടായ്മയിലും ദൈവം തന്ന അനുഗ്രഹങ്ങളെ നന്ദി പറഞ്ഞുകൊണ്ട് സാക്ഷ്യപ്പെടുത്തിക്കൊണ്ടും നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ്. ഹല്ലേലൂയ. യേശുവേ നന്ദി. അതുകൊണ്ട് കണ്ണുകൾ അടച്ച് കരങ്ങൾ കൂപ്പി, ദൈവമേ, ക്രിസ്മസ് നല്ലൊരു ദിവസമൊക്കെയാണ്. ആദ്യമേ തന്നെ കുടുംബത്തിൽ സമാധാനമാണ്, ശാരീരികമായ സ്വസ്ഥതയും സൗഖ്യവും വേണം. അങ്ങനെ നമ്മുടെ 5 നിയമങ്ങൾ നമുക്ക് മനസ്സിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 5 നിയമങ്ങൾ നമുക്ക് വിശ്വാസത്തോടെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം.
പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. അപ്പോൾ നേര് പറഞ്ഞ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ, അവിടുത്തെ കൃപയാൽ ഞങ്ങളെ നിറക്കണമേ. ഞങ്ങൾ ഇന്ന് വിശ്വാസത്തോടെ ഇന്ന് ഇപ്പോൾ ഇവിടെ പ്രാർത്ഥിച്ച 5 നിയോഗങ്ങളുടെ മേലും ദൈവത്തിന്റെ കൃപ ഇറങ്ങി വരട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് നമ്മുടെ ഓരോ പ്രാർത്ഥനയും ഉണ്ടാകേണ്ട ഒരു പ്രാർത്ഥനയിൽ ഉണ്ടാകേണ്ട ഒരു മനോഭാവമാണ് അത്യുന്നതങ്ങളിൽ ദൈവത്തിന്, ഭൂമിയിൽ ദൈവത്തിന്റെ കൃപയാണ് നമുക്ക് ഭൂമിയിലെ ആവശ്യം. അപ്പൊ നമ്മുടെ ഓരോ പ്രാർത്ഥനയും എന്റെ ജോലി, എന്റെ വീട്, എന്റെ കാറ്, എന്റെ വിസ, എന്റെ OET, IELTS, കല്യാണം അങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കാതെ അതൊരു വിഗ്രഹമായി മാറാതെ ദൈവത്തിന് വിട്ടുകൊടുത്തിട്ട് ദൈവമേ മഹത്വം, ഈ നിയോഗത്തെ പ്രതി, ഇതുമൂലമുള്ള എല്ലാ വിഷമങ്ങളെ പ്രതി അങ്ങേക്ക് മഹത്വം ഒന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഈ പുതുവർഷത്തിലേക്ക് കടന്നു വരുമ്പോ തന്നെ അത്ഭുതം നിങ്ങളെ തേടി വരും. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. കല്യാണം 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 എന്ന് പറഞ്ഞാൽ വയലന്റ് ആവുന്ന കുടുംബം. 2 മക്കൾക്കും ഭയങ്കര പ്രശ്നം, മോനും അതെ മോളും അതെ. ഞാൻ പറഞ്ഞു മാതാപിതാക്കൾ പ്രാർത്ഥിക്കും, അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവര് പറഞ്ഞു ബ്രദറെ അവര് വന്നില്ല, ഞങ്ങൾ വന്നാൽ മതിയാന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് പറ്റുമ്പോ വാന്ന് പറഞ്ഞു അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള. കല്യാണം എന്ന് പറഞ്ഞാൽ ഇത്ര ഭയങ്കര പ്രശ്നമാണ്, അത്രയും പ്രശ്നമാണെന്ന് പറഞ്ഞു. എന്നാൽ കല്യാണം കഴിച്ചാലേ ജീവിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് ചോദ്യം ചെയ്യും, ചാടിക്കടിക്കും, ഭയങ്കര പ്രശ്നം. പിന്നെ കുറെ ദിവസത്തേക്ക് വീട്ടിൽ സമാധാനം ഉണ്ടാകൂല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ ഞാൻ പറഞ്ഞു ഇനി ഈ കാര്യം അങ്ങോട്ട് പറയണ്ട, അവർ ഇങ്ങോട്ട് പറഞ്ഞാൽ ചെയ്തു കൊടുക്കാൻ പറ്റും. അതല്ലേ നമ്മൾ ഈ പറയണത്, ബ്രദർ എന്താ പറയുന്നത് ചോദിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതിനുവേണ്ടിയല്ലേ നമ്മൾ ഈ കഷ്ടപ്പെടണത് എന്ന് പറഞ്ഞു. അല്ല, നല്ല പ്രായം പോയിട്ട് കഴിഞ്ഞിട്ട് പിന്നെ ഇത് പറഞ്ഞ് അവര് വന്നിട്ട് വല്ല കാര്യമുണ്ടോ, അപ്പൊ നമുക്കായിരിക്കും കുറ്റം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾ ഈ ഉത്കണ്ഠപ്പെടാതെ നിങ്ങൾ പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞു. പ്രാർത്ഥിച്ചു, വചനം കേട്ടു, വചനം വെച്ചു പ്രാർത്ഥിച്ചു. അത്ഭുതകരമായിട്ട് ഒരാക്കടെ കല്യാണം കഴിഞ്ഞു, അടുത്ത ആക്കടെ കല്യാണം ഉറപ്പിച്ചു. കൈയടിച്ച് നന്ദി പറഞ്ഞു. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, ദൈവമേ ആരാധന, ആബാപിതാവേ ആരാധന. അവരിങ്ങാട് പറഞ്ഞാൽ കുഴപ്പമില്ലല്ലോ, അങ്ങാട് പറഞ്ഞാലല്ലേ വയലന്റ് ആവുന്നത്. ഇങ്ങാട് പറഞ്ഞാൽ നിങ്ങൾ സൈലന്റ് ആയിട്ട് ശരി നോക്കാൻ പറ്റിയതാണ്, അല്ലെങ്കിൽ നമുക്ക് നോക്കാം അല്ലേ. അപ്പോ അങ്ങനെ ഒരാളുടെ കഴിഞ്ഞു, അടുത്ത ആളുടെ നോക്കിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് നീ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മൾ പ്രാർത്ഥിക്കുന്ന ചില കാര്യങ്ങൾ നമുക്കെതിരായി ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുമ്പോഴും ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നും ഇല്ല. ദൈവം നമ്മൾ ഉപേക്ഷിക്കത്തില്ല. ഇതാ പുൽക്കൂട്ടിൽ കൈകാലുകൾ ഇട്ട് അടിക്കുന്ന ഉണ്ണി ഈശോ നമ്മളെ സഹായിക്കും. അതുകൊണ്ട് സ്വർഗത്തിന്റെ ആ സന്തോഷം, സമാധാനം ഈ ക്രിസ്മസ് നമ്മുടെ ഉള്ളിലേക്ക് കൊണ്ടുവരട്ടെ. നമ്മുടെ നിയോഗങ്ങൾ ഉണ്ണീശോക്ക് ഒരു കത്ത് എഴുതിക്കൊണ്ടിരിക്കുന്നവരുണ്ട്, അതിൻ്റെ ഇത് ആ പാത്രത്തിലേക്ക് ഒന്ന് നിങ്ങളുടെ നിയോഗങ്ങൾ വിശ്വാസത്തോടെ ഒന്ന് സമർപ്പിച്ച് ആ കത്തൊക്കെ ഒന്ന് കൊടുത്തേക്ക് പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ്. ഉണ്ണീശോക്ക് നേരിട്ട് പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ്. നിങ്ങൾ 5 നിയമങ്ങൾ എഴുതി കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അതൊന്ന് കൊടുത്തേക്ക്, ചാമ്പൊട്ടിച്ച് ഞങ്ങളത് പോസ്റ്റ് ചെയ്തേക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി. പേരെഴുതിയിട്ടുണ്ടെങ്കിലും കുഴപ്പമില്ല, എഴുതിയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. അഡ്രസ്സ് എഴുതാതെ നമുക്ക് ആകെ പോസ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു കാര്യം ഈ തമ്പുരാൻ്റെ അടുത്ത് മാത്രമേ ഉള്ളൂ. വേറെ എവിടെയാണെങ്കിലും അഡ്രസ്സ് എഴുതാതെയും ചാമ്പ് പൊട്ടിക്കാതെയും പോകത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പക്ഷേ ഇത് നമ്മൾ എന്തോരം ഇനി ഒരുപാട് എഴുതാനുണ്ട് എന്നൊക്കെ പറയും. പക്ഷേ ഇതുപോലെ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഒപ്പിയെടുക്കുന്ന വേറെ ആരും ഈ ലോകത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന.
കഴിഞ്ഞ ദിവസം പത്തനംതിട്ടന്നല്ലേ കല്യാണവും നടന്ന് പറമ്പ് വെക്കാതെ കല്യാണം നടക്കൂലെന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് ഒരു ചേച്ചി പ്രാർത്ഥിക്കാൻ വിളിക്കും. ഒരു ദിവസം ഇവിടെ നേരിട്ട് വന്ന് സാക്ഷ്യപ്പെടുത്താന്ന് പറഞ്ഞ. അപ്പൊ ഈ തവണത്തെ വിശപ്പിന്റെ വെളി ഭക്ഷണ വിതരണ ശുശ്രൂഷയിൽ അവരൊരു 1000 രൂപ അയച്ചെന്നിട്ട് അവർ പോസ്റ്റ് ചെയ്തതാണ് മകളുടെ കല്യാണം എല്ലാം നടന്നു പറമ്പ് വെക്കാതെ കല്യാണം നടക്കാൻ ദൈവം ഇടയാക്കി. പ്രൈസലോ. കല്യാണം ഉറപ്പിച്ചു എന്ത് ചെയ്യുമെന്ന് പറഞ്ഞ് ആദ്യം പിടിച്ച് കരഞ്ഞുകൊണ്ട് വിളിച്ചോണ്ടിരുന്നതാ. പ്രാർത്ഥിക്കാനുള്ള വചനമൊക്കെ പറഞ്ഞു കൊടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഇപ്പൊ വിളിച്ചിട്ട് പറഞ്ഞതാ പറമ്പ് വെക്കാതെയും തല്ലിത്തലകീറാതെയും സമാധാന കണ്ടുള്ള കടമൊന്നും വരാതെ എല്ലാം ഭംഗിയായി. പ്രൈസലോ. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഇരുന്നാലക്കുട എന്നൊരു സഹോദരൻ ഇതുപോലെ പ്രാർത്ഥിക്കാനായിട്ട് പറഞ്ഞൊരു വിഷയമാണ് മകളുടെ കല്യാണത്തിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ കയ്യിലൊന്നുമില്ല. കല്യാണം ഉറപ്പിച്ചു വെച്ച്, പക്ഷേ കല്യാണവും ഉറപ്പിച്ചു വെച്ച് മകള് ദുബായിലോട്ടും പോയി, മകൻ ഫ്രാൻസിലോട്ടും പോയി. ആ രീതിയിൽ വീട്ടിൽ ചടപടാന്ന് പറഞ്ഞ് അത്ഭുതങ്ങൾ നടന്നു. പ്രൈസലോ. ഹല്ലേലൂയ. 17 ലക്ഷം രൂപയുടെ കാര്യങ്ങൾ ആ ദിവസങ്ങളിൽ നടന്നു. കയ്യിൽ നയാ പൈസ ഇല്ല. ഓരോരുത്തര് സഹോദരങ്ങളും ബന്ധുക്കളും ഒക്കെ ഇത്രയധികം കൊണ്ടുവന്ന 1 ലക്ഷവും 2 ലക്ഷവും 50,000 ഒക്കെ വെച്ചിട്ട് അയാൾ ആ സഹോദരൻ പറഞ്ഞു ചെയ്തതാണ്. ആരും കടമായിട്ടല്ല, തീർത്തും തന്നത് തിരിച്ചു കൊടുക്കേണ്ടാത്ത രീതിയിലാണ് ഭൂരിഭാഗം കിട്ടിയത്. അങ്ങനെ 17 ലക്ഷം രൂപ എല്ലാ കാര്യങ്ങളും ലാവിഷായിട്ട് നടന്നെന്ന് പറഞ്ഞു തുടങ്ങിയാണ്. ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ മുമ്പിൽ നമ്മൾ ഓർക്കുന്ന പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളുടെ പരിഹാരം കണ്ടാൽ പിന്നെ ദൈവം എന്നും പറഞ്ഞിട്ട് നമ്മൾ ഇരിക്കുക. അതുകൊണ്ട് നമ്മൾ ഏത് വിഷയമായാലും അത് ദൈവത്തിന് സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ ദൈവം അത്ഭുതം പ്രവർത്തിച്ചിരിക്കും. വീട്ടിൽ നിന്ന് ഒന്നും കറക്കാൻ കൊടുക്കാതെ ഇറക്കി വിട്ട മകനെ വാടകയൊക്കെ പോയി താമസിച്ച് വാടക കൊടുക്കാൻ പോലും നിവൃത്തിയില്ല. 2 പിള്ളേരെ വളരെ കഷ്ടപ്പെട്ടുകൊണ്ടിരുന്നു. പക്ഷേ 12ാം ക്ലാസ് ആയപ്പോഴത്തേക്കും ഒരു പരിചയക്കാരൻ പറഞ്ഞു, ബന്ധുവല്ല സ്വന്തക്കാരനും അല്ല, പക്ഷെ ആ കുടുംബത്തിന്റെ അവസ്ഥകൾ അറിയാവുന്ന ഒരു വ്യക്തി പറഞ്ഞു, 2 പേരെയും ഇന്ന കോഴ്സ് പഠിപ്പിച്ചോ, ആ 2 പേരെ ഞാൻ ഗൾഫിൽ കൊണ്ടുപോയിക്കോളാം. പ്രൈസലോ. വീടുമില്ല, സ്ഥലമില്ല. 2 മക്കളെയും വാക്ക് പാലിച്ച് ഗൾഫിൽ കൊണ്ടുപോയി. ഈ അയാൾ പറഞ്ഞ ചെറിയ എന്തോ ഒരു കോഴ്സ്, ഒരുപാട് ചെലവില്ല, 2 പേരെ അത് പഠിച്ച് ഗൾഫിൽ കൊണ്ടുപോയി ജോലി മേടിച്ചു കൊടുത്തു. ഈ മക്കള് കഷ്ടപ്പെട്ട് വളർന്നത് കൊണ്ട് എല്ലാം സൂക്ഷിച്ച് വീട്ടുകാരെ ഏൽപ്പിച്ചു, സ്ഥലം മേടിച്ചു, വീടൊക്കെ വെച്ചു. അപ്പോഴേക്കും കള്ളു കുടിക്കുന്ന മോന് മക്കൾക്ക് എല്ലാം കൊടുത്ത അപ്പന അവസാനം ആ മക്കൾക്കും വേണ്ട, എല്ലാം വെറുതെ കിട്ടിയത് കൊണ്ട്, അർഹതപ്പെടാത്തത് കൂടി കിട്ടിയത് കൊണ്ട്, എല്ലാം അടിച്ചു പൊളിച്ച് നശിപ്പിച്ച് കളഞ്ഞത് കൊണ്ട് അവസാനം അപ്പം പെരുവഴിയില് അപ്പനെ ഇവര് നോക്കേണ്ട അവസ്ഥ. ഹല്ലേലൂയ. അപ്പനും അമ്മയും തന്നില്ലെങ്കിലും വീട്ടുകാരും നാട്ടുകാരും ഉപേക്ഷിച്ചാലും ആരും ഉയർത്തും? കർത്താവ് ഉയർത്തും. ഹല്ലേലൂയ. എവിടെ നമ്മുടെ കണ്ണീര് വീണോ, എവിടെ നമ്മൾ നാണം കെട്ടോ, എവിടെ ചവിട്ടി താഴ്ത്തപ്പെട്ടോ, എവിടെ നമ്മൾ തഴയപ്പെട്ടോ, അവിടെ തന്നെ നമ്മൾ ഉയർത്തുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. അതാണ് പുൽക്കൂട് നമുക്ക് കാണിച്ചു തരുന്നത്. ബെത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ. ബെത്ലഹേം എന്ന് പറഞ്ഞ ഒരു കൊച്ചു സ്ഥലമാണ്, പക്ഷെ ബെത്ലഹേം എന്ന് പറഞ്ഞാൽ അപ്പത്തിന്റെ നാട് എന്നാണ് അതിന്റെ അർത്ഥം. ബൈബിളിലെ ഓരോ വാക്കിനും അതിന്റെ അർത്ഥമുണ്ട്. സക്കേവൂസ് എന്ന് പറഞ്ഞാൽ ധർമ്മിഷ്ഠൻ എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. പ്രവൃത്തി അങ്ങേയറ്റത്ത ഒടുക്കത്ത ടാക്സ് പിരിവ്, കൊള്ളയും വഞ്ചനയും. പ്രൈസലോ. മോശ എന്ന് പറഞ്ഞാൽ വെള്ളത്തിൽ നിന്ന് എടുക്കപ്പെടുന്നവൻ എന്നാണ് അർത്ഥം. ഹല്ലേലൂയ. ക്രിസ്തു എന്ന വാക്കിന്റെ അർത്ഥം അഭിഷിക്തൻ എന്നാണ്. പ്രൈസലോ. ഹല്ലേലൂയ. അപ്പൊ ബെത്ലഹേം അപ്പത്തിന്റെ നാട് ശരിക്കും ആ പേര് പോലെ തന്നെ അർത്ഥമുള്ളതായി തീർന്നു. ഇതാ ദിസ് ഈസ് മൈ ബോഡി ബ്രോക്കൺ ഫോർ യു, ദിസ് ഈസ് മൈ ബ്ലഡ് ഗിവൺ ഫോർ യു എന്ന് പറഞ്ഞ് ഇതാ അപ്പമെടുത്ത് അന്ത്യ അത്താഴ വേളയിൽ ഉയർത്തിയ യേശു അപ്പമായി തീരാനുള്ളവൻ അപ്പത്തിന്റെ നാട്ടിൽ വന്നു പിറന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതുകൊണ്ട് ഒന്നും നമുക്ക് പെട്ടെന്ന് മനസ്സിലായില്ലെങ്കിലും എല്ലാം ദൈവത്തിന് വിട്ടുകൊടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. യേശുവേ നന്ദി. നമുക്ക് എഴുന്നേറ്റ് നിന്ന് പരിശുദ്ധാത്മാവിന്റെ പാട്ട് പാടിക്കൊണ്ട് തീ കത്തിക്ക, എന്നിൽ തീ കത്തിക്ക. ജ്ഞാനികളായ പൂജരാജാക്കന്മാര് ഇതാ പുൽക്കൂട് തേടി യാത്രയായി. കാരണം അവര് ആ വാൽനക്ഷത്രത്തെ സസൂക്ഷ്മം ദർശിച്ച് ആ മെസ്സേജ് തിരിച്ചറിഞ്ഞവരാ. അന്ന് പലരും ഇതുപോലെ ആകാശത്തിൽ നക്ഷത്രങ്ങളെ കണ്ടവരുണ്ട്, പക്ഷെ ജീവിത തിരക്കുകൾക്കിടയിൽ രക്ഷകന്റെ നക്ഷത്രത്തെ വേറെ ആരും തിരിച്ചറിഞ്ഞില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. വേറെ പല
പലരും ഇതാ ജീവിത തിരക്കുകൾക്കിടയിൽ മുകളിലോട്ട് നോക്കാൻ നേരമില്ല, താഴോട്ട് തന്നെ നോക്കാൻ നേരമില്ല. അപ്പോൾ താഴോട്ട് തന്നെ നോക്കി നടന്നുകൊണ്ട് മുകളിൽ അടയാളമായിട്ട് ഉദിച്ച ആ വാൽനക്ഷത്രത്തെ അവർ തിരിച്ചറിഞ്ഞുമില്ല, അവർ രക്ഷകന്റെ അടുത്ത് എത്തിയുമില്ല. നമ്മുടെ ജീവിതത്തിലും ഇന്ന് ലൗകിക ഭൗതിക വ്യഗ്രതകളാൽ ദൈവത്തിലേക്ക് കണ്ണുകൾ ഉയർത്തുന്നതിന് പകരം ഈ ലോകത്തിലേക്ക് നമ്മൾ കണ്ണുകൾ ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ, യേശുവേ നന്ദി. നമുക്കൊന്ന് പാടാം. തീ കത്തിക്ക എന്നിൽ, തീ കത്തിക്ക സ്വർഗീയ രാജാവേ, തീ കത്തിക്ക. പാടി. തീ കത്തിക്ക എന്നിൽ, തീ കത്തിക്ക സ്വർഗീയ രാജാവേ, തീ കത്തിക്ക. ഏറ്റുപാടി. തീ കത്തിക്ക എന്നിൽ, തീ കത്തിക്ക സ്വർഗീയ രാജാവേ, തീ കത്തിക്ക. പാടി. തീ കത്തിക്ക എന്നിൽ, തീ കത്തിക്ക സ്വർഗീയ രാജാവേ, തീ കത്തിക്ക. തീ കത്തിക്ക എന്നിൽ, തീ കത്തിക്ക സ്വർഗീയ രാജാവേ, തീ കത്തിക്ക. ഭൂതലത്തിൽ അന്ധകാരം നീക്കാൻ സ്വർഗീയമാമഗ്നി കത്തിച്ചോനെ. ഭൂതലത്തിൽ അന്ധകാരം നീക്കാൻ സ്വർഗീയമാമഗ്നി കത്തിച്ചോനെ. തീ കത്തിക്ക സന്തോഷത്തോടെ നമുക്ക് പാടാം. നല്ല രക്തപ്രവാഹം ഉണ്ടാകട്ടെ, ദൈവനാമം മഹത്വപ്പെടട്ടെ. നല്ലോണം എല്ലാം മറന്ന് ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കുമ്പോൾ ബന്ധനങ്ങൾ അഴിയും, കെട്ടുകൾ പൊട്ടും, പരിശുദ്ധാത്മാവും നിറയും. നന്നായിട്ടൊന്ന് കാര്യങ്ങൾ അടിച്ചേ.
പ്രാർത്ഥിക്കപ്പെട്ടവരെയും ഞങ്ങൾ പ്രാർത്ഥിക്കാമെന്ന് ഏറ്റിരിക്കുന്നവരെയും വിശ്വാസം വഴി കൃപയാൽ അങ്ങയുടെ സന്നിധിയിലേക്ക് ഞങ്ങൾ കൊണ്ടുവരുന്നു. പാപം കൊണ്ടും രോഗം കൊണ്ടും ദുഃഖം കൊണ്ടും പലവിധ തകർച്ചകൾ കൊണ്ടും ക്ലേശിക്കുന്ന ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവെ എഴുന്നള്ളി വരണമേ. അന്ധകാര ശക്തികൾ യേശുനാമത്തിൽ നിർവീര്യമായി പോട്ടെ. യേശുവിന്റെ തിരുരംഗത്താലെ ഞങ്ങളെ കഴുകണമേ. കർത്താവേ, അങ്ങനെ കാരുണ്യത്തിനൊത്ത് ഞങ്ങളോട് ചെയ്തോന്ന് കരങ്ങൾ ഉയർത്തിക്കൊണ്ട് കർത്താവെ സ്തുതിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. എല്ലാവരും സ്തുതിച്ചു പ്രാർത്ഥിച്ചു. സന്തോഷം, കടബാധ്യത വിട്ടുകൊടുത്താൽ സമ്പന്നത, വിവാഹ തടസ്സം വിട്ടുകൊടുത്താൽ നല്ലൊരു ദാമ്പത്യം, നമുക്കുള്ളത് എന്താണ് അത് ദൈവത്തിന് വിട്ടുകൊടുത്താൽ ദൈവത്തിനുള്ളത് നമുക്ക് തരും. ദൈവഹിതം നിറവേറ്റാനുള്ള ശക്തിയും തരും. ദൈവത്തെ ആരാധിക്കുകയും അവിടുത്തെ ഇഷ്ടം പ്രവർത്തിക്കുകയും ചെയ്യുന്നവന്റെ പ്രാർത്ഥന അവിടുന്ന് ശ്രമിക്കുന്നുവെന്ന്. അതെ, അവന്റെ പ്രാർത്ഥന അവിടുന്ന് കേൾക്കുന്നുവെന്ന്. ഇതാകത്താവിന്റെ ദാസി എന്ന പൂർണ്ണ സമർപ്പണം നടത്തിയ പരിശുദ്ധ മറിയത്തെ പോലെ ദൈവഹിതം നിറവേറ്റാനുള്ള ശക്തി തരണമേ എന്ന് പ്രാർത്ഥിക്കാം.
Hallelujah. ഏറെ സ്നേഹം നിറഞ്ഞ സന്തോഷ് ഷൈജു പ്രാർത്ഥനാ യോഗത്തിലേക്ക് പങ്കെടുക്കാൻ എത്തിയിരിക്കുന്ന എൻ്റെ പ്രിയ കൂട്ടുകാരെ, ഷൈജു സാർ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഇന്ന് ക്രിസ്മസ് സെലിബ്രേഷനാണ്, അപ്പോൾ ഒരു ചെറിയൊരു മെസ്സേജ് നിങ്ങൾക്ക് തരണം എന്ന് പറഞ്ഞു. ഞാൻ വലിയൊരു പ്രാസംഗികനൊന്നും അല്ല, എങ്കിൽ കൂടി 2 വാക്ക് നിങ്ങളുടെ അടുത്ത് പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ക്രിസ്മസ് എന്ന് പറയുമ്പോൾ തന്നെ എൻ്റെ മനസ്സിലേക്ക് ഓടി വരുന്നത് ഒരു തണുപ്പുള്ള രാത്രി. തണുപ്പുള്ള രാത്രിയിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതലായിട്ട് എന്നെ ആകർഷിക്കുന്നതായിട്ടൊരു കാര്യം എന്ന് പറയുന്നത്, ഞങ്ങൾ എല്ലാ 25 നോമ്പ് എടുക്കാറുണ്ട്. അപ്പോൾ നോമ്പിൻ്റെ ലാസ്റ്റ് എൻഡ് തീരുന്ന ദിവസം, അന്ന് നമുക്ക് അത്രയും ദിവസം ഇല്ലാത്ത വിഭവസമൃദ്ധമായ ഭക്ഷണമായിരിക്കും അന്ന് വൈകിട്ടുണ്ടാവുക. അല്ലെങ്കിൽ നമ്മുടെ ആ കുർബാന കഴിയാൻ വേണ്ടി ലേറ്റ്, ആ കറക്റ്റ് കുർബാന കഴിയുന്ന സമയം നമ്മൾ നോക്കിയിരിക്കും നമ്മുടെ നോമ്പ് മുറിക്കുക എന്ന് പറയുന്ന ചടങ്ങ്. എന്നെ സംബന്ധിച്ച് ഏറ്റവും ഒരു കാര്യമായിട്ടുള്ളത് അതാണ് ഒന്ന്. രണ്ടാമത്തെ എന്ന് പറയുമ്പോൾ ഇങ്ങനത്തെ ഒരു 2 വാക്ക് പറയണം എന്ന് പറഞ്ഞപ്പോഴും ഞാനിങ്ങനെ ആലോചിക്കുകയുണ്ടായി, എന്താണ് ഞാൻ പറയുക, നിങ്ങളോടൊക്കെ ആരെയായിട്ടും എന്താണോ എങ്ങനെയാണോ ഒന്നും അറിയില്ല. എങ്കിലും ക്രിസ്മസിനെ പറ്റി നമ്മൾ 2 വാക്ക് പറയുമ്പോൾ തന്നെ ഉണ്ണിയേശു നമ്മുടെ അല്ലേ, ഉണ്ണിയേശു പുൽക്കൂട്ടിൽ പിറന്ന ദിവസമാണ് അല്ലേ. അപ്പോൾ ഏറ്റവും എളിയവനായിട്ട് ഉണ്ണിയേശു പുൽക്കൂട്ടിൽ പിറന്നു അല്ലേ. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുമ്പോൾ ഈ പുൽക്കൂട്ടിലേക്ക് വരുന്ന നമ്മുടെ ആട്ടിടയന്മാരുണ്ടാകും, പിന്നെ ജ്ഞാനികളുണ്ട്, പിന്നെ പൂജ രാജാക്കന്മാരുണ്ട്, നക്ഷത്രമുണ്ട്, അങ്ങനെ കുറേ സംഭവങ്ങൾ നമ്മൾ ബൈബിളിൽ വിവരിക്കുന്നുണ്ട്. പക്ഷെ ഇതിലൊന്നും പെടാത്തല്ല പെട്ടിരിക്കുന്നെങ്കിലും നമ്മൾ ആരും പ്രത്യേകം ശ്രദ്ധിക്കാത്തൊരു 2 പേരെ കുറിച്ച് 2 വാക്ക് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഒന്ന് നമ്മുടെ മാതാവ്. ഇപ്പോൾ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി കാണപ്പെട്ടു എന്നാണ് മാതാവിനെ കുറിച്ച് പറയുക. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ആ സമയം നിങ്ങൾ അമ്മ എവിടെ ഇരിക്കുന്ന ആൾക്കാരോടാണ്, അപ്പം നിങ്ങളോടാണ് ഇങ്ങനെ മാലാഖപുരുഷൻ വന്നിട്ട് സംസാരിക്കുകയാണ്, നീ ദൈവപുത്രൻ്റെ അമ്മയാവണം, നീ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി കാണപ്പെടും എന്ന് ഇവിടെ ഇരിക്കുന്നവരോടാണ് നിങ്ങളുടെ അടുത്ത് വന്ന് ചോദിച്ചാൽ നിങ്ങളുടെ മറുപടി എന്തായിരിക്കും? ഞാൻ ഓക്കെ ആണ് ഇല്ല ഓക്കെ ആണെന്ന് ആരെങ്കിലും പറയുമോ? ആരെങ്കിലും പറയാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടോ? ഇല്ല അല്ലേ. നമ്മളെല്ലാവരും അങ്ങനെയാണ്. ചുമ്മാ ഒന്ന് ചിന്തിച്ച് നോക്കി, ആ സമയത്ത് നമ്മൾ ഇപ്പോൾ മാതാവ് അവിടെ നോ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ, അവിടെ എന്ത് സംഭവിക്കുമായിരുന്നു? ഉണ്ണിയേശു പിറക്കില്ല എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? എന്തോ ഇല്ല. പിന്നെ എന്തുകൊണ്ടായിരിക്കും മാതാവിനെ നമ്മുടെ ദൈവം തിരഞ്ഞെടുത്തിട്ടുണ്ടാവുക? അന്ന് മാതാവ് മാത്രമല്ല ഉള്ളത്, വേറെയും ഒരുപാട് പേരില്ലേ. എന്തുകൊണ്ടായിരിക്കും? എന്തോ ജന്മം വരാതെ അതൊന്ന്. പിന്നെ അങ്ങനെ 2-3 കാര്യങ്ങൾ കൊണ്ട് തന്നെയാണ് ദൈവം മാതാവിനെ തിരഞ്ഞെടുത്തത്. അതാണ് ഒരു കാര്യം. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ യേശുപിതാവ്.
ബൈബിളിൽ പരാമർശിക്കുന്നുണ്ടോ യൂസഫ്ഖാനെ പറ്റി? ഉണ്ടോ? പിന്നെ ഇനി ഇതേ ചോദ്യം തന്നെ ഈ സൈഡിലിരിക്കുന്ന നമ്മുടെ യുവ എന്താ പറയുക ഇപ്പോഴത്തെ തലമുറയുള്ള അച്ഛന്മാരോടും അനിയന്മാർക്ക് ചോദിക്കുകയാണ്. ജോസഫിനോട് പറയുന്ന പോലെ തന്നെ മാതാവിനോട് പ്രത്യക്ഷപ്പെട്ട പോലെ തന്നെ ഒരു മാതാവ് വന്നിട്ട് പറയാണ്, നീ കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടി, നീ കല്യാണം കഴിക്കുന്ന മുന്നേ ഗർഭിണിയായി കാണപ്പെടും. അപ്പോൾ നീ ഓക്കെ ആണോ അല്ലയോ എന്ന് ഇപ്പം നമ്മുടെ അടുത്താണ് ചോദിക്കുന്നെങ്കിൽ നമ്മൾ എന്ത് പറയും? ആരെങ്കിലും ഓക്കെ പറയുമോ? എന്തോ പറയൂല. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് ഞാൻ കാണുന്നതെന്ന് പറയുന്നത് ഇവർ രണ്ടുപേരുമാണ്. കാരണം ഇവർ രണ്ടുപേരും ഇല്ലെങ്കിൽ ഉണ്ണീശോ ജനിക്കില്ല, അല്ലേ? ജനിക്കുമായിരിക്കാം, പക്ഷെ ഒരുപക്ഷെ മാതാവോ യശോദാവോ ആയിരിക്കില്ല എന്ന് മാത്രം, അല്ലേ? പിന്നെ നമ്മുടെ ഈ ഉണ്ണിയേശു പിറന്ന് പുൽക്കൂട്ടിൽ പിറന്ന് നമുക്ക് വേണ്ടി രക്ഷകനായിട്ടാണ് പുൽക്കൂട്ടിൽ പിറക്കുന്നത്. അപ്പോൾ ഈ രക്ഷകനായി പുൽക്കൂട്ടിൽ പിറക്കുമ്പോൾ നമുക്ക് വേണ്ടി സ്വന്തം മകനെ ബലി കൊടുത്ത ആളാണ് ദൈവം, അല്ലേ? ഉണ്ണീശോ പിറന്ന സ്വന്തം അമ്മയ്ക്ക് അറിയാമായിരുന്നു കുരിശിൽ ഇതുപോലെ എത്രയോ കഠിനമായിട്ടാണ് ഒരു മനുഷ്യന്റെ മുകളിൽ അല്ലെങ്കിൽ മനുഷ്യന്റെ മേൽ നമ്മൾ ക്രൂരമായി അവനെ കൺമുൻപിൽ നിന്ന് ചാട്ടവാറിനടിച്ച് ആണി തറച്ച് അവസാനം കുരിശിൽ തറയ്ക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന വേറൊന്നുമല്ല, നമുക്ക് വേണ്ടി ഇത്രയും ത്യാഗം സഹിച്ച് നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായിട്ട് ജനിച്ച് ജീവിച്ച് മരിച്ച് ഉയർത്തെഴുന്നേറ്റു. അപ്പോൾ ക്രിസ്മസിന് എന്ന് പറയുമ്പോൾ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ടതായി കാണേണ്ട ഒരു സംഭവമാണ്. ഒരു എന്താ പറയുക, ഒരു നോമ്പിന്റെ അവസാനം എന്ന രീതിയിലോ അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഇപ്പം ആ ഒരു ആഘോഷത്തിന്റെ ഒരു രീതിക്കോ ആയിട്ടല്ല നമ്മൾ ക്രിസ്മസിനെ കാണേണ്ടത്. ക്രിസ്മസിന് അതിൻ്റെതായ ഒരു മഹത്വമുണ്ട്, അതിൻ്റെതായ ഒരു രീതിയുണ്ട്. ആ രീതിക്ക് വേണം നമ്മൾ ക്രിസ്മസ് ആഘോഷിക്കാനായിട്ട്. ഒരു വാക്കോട് പറഞ്ഞെത്തുകയാണ്, 1000 പുൽക്കൂട്ടിൽ ഉണ്ണീശു പിറന്നാലും നമ്മളുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ ഉണ്ണീശു പിറന്നില്ലെങ്കിൽ നമ്മുടെ ഓരോ ക്രിസ്മസും വെറുതെ ആയി പോകും. 1000 പുൽക്കൂട്ടിൽ ഉണ്ണിയേശു പിറന്നാലും നമ്മുടെ ഹൃദയത്തിൽ ഉണ്ണിയേശു പിറന്നില്ലെങ്കിൽ ആ ക്രിസ്മസ് വെറുതെയാണ്. അപ്പം ഇത്രയും ഒന്ന് ഓർത്തിരിക്കുക. താങ്ക് യു സോ മച്ച്. എൻ്റെ ഈ പ്രാർത്ഥന യോഗത്തിലേക്ക് വിളിച്ച ഷൈജു ബദനും എല്ലാവർക്കും നന്ദി. താങ്ക് യു. പാലാരിവട്ടം YMCA സെക്രട്ടറി സ്ഥാനം എന്ന് പറയുന്നത് തന്നെ ഒരു വികാരിയച്ഛൻ്റെ സ്ഥാനം പോലെയാണ്. വിവിധ എക്യുമെനിക്കൽ സഭകളുടെ എല്ലാം ഒരു കൂട്ടായ പ്രവർത്തനമാണ് YMCA. 126 രാജ്യങ്ങളിൽ, 126 ബ്രാഞ്ചല്ല, ലോകത്ത് 126 രാജ്യങ്ങളിൽ ആയിട്ട് അനേകം പ്രവർത്തന മേഖലകൾ, ക്യാൻസർ രോഗികൾ, കിഡ്നി രോഗികൾ, ഇതുപോലെ ലോഡ്ജും ഹോസ്റ്റലും റെസ്റ്റോറൻറ്റും എല്ലാം നടത്തി, അതുപോലെ അതിൻ്റെ ട്രസ്റ്റ് അംഗങ്ങൾ, ബോർഡ്, ഇവയിലൂടെ എല്ലാം സമാഹരിക്കുന്ന തുകകൾ മുഴുവൻ ചാരിറ്റി പ്രവർത്തനങ്ങൾ വിനിയോഗിക്കുന്ന ആ ഒരു വലിയ പ്രസ്ഥാനത്തിൻ്റെ പാലാരിവട്ടം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ലോകത്ത് വലിയൊരു സ്ഥലം, ജർമ്മനി എന്നൊക്കെ പറയുന്നത് പോലെ പാലാരിവട്ടം വളരെ ഫേമസാണ്. അപ്പോൾ ആ സ്ഥലത്ത് YMCA നമ്മുടെ പ്രാർത്ഥന നടക്കുന്നത് തന്നെ ദൈവത്തിന് നന്ദി പറയുന്നതോടൊപ്പം അതിന് വേണ്ടുന്ന എല്ലാ സപ്പോർട്ടുകളും നൽകിക്കൊണ്ടിരിക്കുന്നത് ഈ പീറ്റർ കുര്യൻ സെക്രട്ടറി സാറിൻ്റെ നേതൃത്വത്തിലുള്ള YMCA അംഗങ്ങളാണ്. അപ്പോൾ ഒരു വികാരിയച്ഛൻ്റെ ചുമതല പോലെ തന്നെയാണ് ഈ YMCA വെറുതെ ഒരു ജോലി ആയിട്ടല്ല, ഇതൊരു ചാരിറ്റി, ഒരു പ്രസ്ഥാനമാണ് ഈ YMCA എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു പ്രവർത്തനങ്ങളിൽ അദ്ദേഹം കൂടുതൽ ഉയർന്നു വരട്ടെ എന്നും അദ്ദേഹം നൽകിയ സന്ദേശത്തെ ഓർത്ത് ദൈവനാമത്തിൽ നന്ദി പറയുകയും ചെയ്യുന്നു. കൈയടിച്ച് നമ്മുടെ സന്തോഷവും സ്നേഹവും അറിയിക്കുക. ഇനി അടുത്ത നമ്മുടെ കാര്യപരിപാടികളിലേക്ക് നമ്മൾ കടക്കുകയാണ്. ക്രിസ്മസ് കേക്ക് കട്ടിങ്ങും അതുപോലെ ലക്കി ഡിപ്പിനുള്ള ആ കൂപ്പണുകൾ നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. എല്ലാവർക്കും കിട്ടിയ? ഇനി കിട്ടാത്തവരുണ്ടോ? ഒന്ന് കൈവക്കാമോ? കിട്ടിയിട്ടില്ലേ?
എല്ലാവർക്കും കൊടുക്കും, നല്ലോണം കുലുക്കി എടുക്ക്, സമ്മാനം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അതുപോലെ നമ്മുടെ പപ്പാഞ്ഞീനെ ഇങ്ങോട്ട് പെട്ടെന്ന് എത്തിക്ക്. ഫ്ലൈറ്റ് കിട്ടാനൊക്കെ ഇത്തിരി താമസം വന്നതുകൊണ്ടാണ് ഇതിന് ലേറ്റായി പോയത്. വളരെ സന്തോഷത്തോടെയാണ് 2024 പപ്പാഞ്ഞി കടന്നു വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ക്രിസ്മസ് കേക്ക് കട്ട് ചെയ്യാം. നിർമ്മലും സ്നേഹയൊക്കെ ഇങ്ങോട്ട് വാ, ഈ പുത്തൻ കുടുംബത്തോടൊപ്പം സമയം കളയല്ലേ, വാ ഇങ്ങോട്ട് മുന്നോട്ട് പോകാം സാറേ. നമുക്ക് എല്ലാവർക്കും ചേർന്ന് ആ ക്രിസ്മസ് മധുരം പങ്കിട്ടുകൊണ്ട് ക്രിസ്മസ് ട്രീ നമ്മളോട് പറഞ്ഞിരുന്നത് എന്താ, ഇതാ താഴേക്ക് വീതി കൂടുന്നവരും മുകളിലേക്ക് കൂർത്ത് കൂർത്ത് വരികയാണ്. എന്തോരം കൂർത്ത് വരുന്നോ അതനുസരിച്ച് താഴേക്ക് വീതി കൂടിക്കൊണ്ടിരിക്കുക, അല്ലേ? ശരിയല്ലേ? ലോകത്ത് ആദ്യമായിട്ട് ജർമ്മനിയിലാണ് ക്രിസ്മസ് ട്രീകൾ രൂപം കൊണ്ടതെന്ന് പറയും. അപ്പം എന്തുകൊണ്ടായാലും ഇതാ ഉന്നതത്തിൽ നിന്ന് സ്വീകരിച്ച് താഴേക്ക് നമ്മുടെ വളർച്ച പൂർണ്ണമാകണമെങ്കിൽ അല്ലെങ്കിൽ നിലനിൽപ്പ് ശരിയാകണമെങ്കിൽ ക്രിസ്മസ് ട്രീ പറഞ്ഞു തരുന്ന ഒരു സന്ദേശമാണ്. നമ്മൾ മുകളിലേക്ക് എത്രമാത്രം ദൈവമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു അതുമാത്രം നമ്മുടെ കീഴ്സ്ഥലത്തിലേക്ക് സഹജീവികളിലേക്ക് ഈ ലോകത്തിലേക്ക് പരസ്പരം സ്നേഹവും നന്മയും ഒക്കെ പങ്കുവെക്കാനായിട്ട് സാധിക്കണം. ഒരു ക്രിസ്മസ് ആഘോഷത്തിൽ പാതിരാ കുർബാന കഴിഞ്ഞ് ക്രിസ്മസ് ട്രീയിൽ കുറേ സമ്മാനങ്ങളൊക്കെ തൂക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ ആളുകൾക്ക് ഉപയോഗിക്കാൻ പറ്റിയ സമ്മാനങ്ങളാണ് തൂക്കിയിട്ടിരിക്കുന്നത്. അവസാനം ജനങ്ങളെല്ലാം കിട്ടിയ സമ്മാനങ്ങളൊക്കെ പൊട്ടിച്ചുകൊണ്ട് ഇടവക്കാര് പോയി. വികാരിയച്ഛനുണ്ട്, പിരിയാതെ നിൽക്കുന്ന അച്ഛനോട് യാത്ര പറഞ്ഞ് പിരിയാൻ പോകുന്ന അവസാനത്തെ ആ ഇടവകയിൽ ഒരു കുടുംബവും കൂടെ ഉണ്ട്. പാതിരാ കുർബാന കഴിഞ്ഞ് എല്ലാവരും സമ്മാനവും പൊട്ടിച്ചു പോയി. അപ്പോൾ എല്ലാവരും സമ്മാനങ്ങൾ പൊട്ടിച്ചെടുത്തു. പക്ഷെ ആ കുടുംബത്തിൽ ഒരു ചെറിയ കുഞ്ഞ് അവരോടൊപ്പം വന്നിട്ടുണ്ട്. അപ്പോൾ കൊച്ച് വികാരിയച്ഛൻ്റെ കയ്യിൽ നോക്കുമ്പോൾ അച്ഛൻ്റെ കയ്യിൽ പൊതിയുണ്ട്, കൊച്ചിൻ്റെ പപ്പയുടെ കയ്യിൽ പൊതിയുണ്ട്, മമ്മിയുടെ കയ്യിൽ പൊതിയുണ്ട്, ചേട്ടൻ്റെ കയ്യിൽ പൊതിയുണ്ട്, കൊച്ചിൻ്റെ കയ്യിൽ പൊതിയുണ്ട്. പോയ ആൾക്കാരെല്ലാം പൊതികളും പിടിച്ചുകൊണ്ടാണ് പോയത്. കൊച്ചിനൊരു സംശയം, പോകാമെന്ന് പറഞ്ഞപ്പോഴാണ് കൊച്ചി ചോദിച്ച്, അപ്പൊ തമ്പാച്ചന് പൊതിയില്ലെന്ന്, അതായത് ഉണ്ണീശോക്ക് പൊതിയില്ലെന്ന്. എല്ലാവർക്കും പൊതി കിട്ടി. ഉണ്ണീശോന്റെ പേര് പറഞ്ഞാണ് ഈ പരിപാടി ഇവിടെ നടത്തിയത്. അപ്പൊ തമ്പാച്ചന് ആര് പൊതി കൊടുക്കുമെന്ന്. അപ്പൊ വികാരിച്ചൻ പറഞ്ഞ് കേക്ക് ഒരാൾക്കെങ്കിലും തോന്നിയല്ല. അപ്പൊ തമ്പാച്ചനുള്ള പൊതിയാണ് മത്തായി സുവിശേഷം 25-40. ഇപ്പൊ സാറ് പറഞ്ഞ പോലെ തന്നെ നമ്മൾ നോൻപൊക്കെ ആചരിച്ച് നമ്മുടെ ഈ ദിവസങ്ങളിൽ തടിയും ശരിയായി കിട്ടി, കുറെ രോഗങ്ങളൊക്കെ കുറഞ്ഞു. അതുപോലെ തന്നെ നമ്മുടെ പോക്കറ്റും കീശയും വീർത്ത അവസ്ഥയാണ്. പക്ഷേ അത് നമുക്ക് തന്നെ ഉപയോഗിക്കുമ്പോൾ ക്രിസ്മസിന്റെ അനുഭവമല്ല, അത് നമ്മളെക്കാൾ താഴ്ന്ന വിഷമിക്കുന്ന അല്ലെങ്കിൽ ബുദ്ധിമുട്ടുന്ന ആളുകളിലേക്ക് പങ്കുവെക്കാൻ വേണ്ടി സ്വർഗം നമുക്ക് വെച്ച് നീട്ടുന്ന കരുണയുടെ പങ്കാണ്. സ്വർഗത്തിന്റെ പേര് പറഞ്ഞ് അത് മുതലെടുക്കാനല്ല, ഇതാ തീരെ നിവൃത്തിയില്ലാത്ത ബുദ്ധിമുട്ടുന്ന ആളുകളുമായിട്ട് നമ്മൾ ആ ഉപവാസത്തിന്റെ ത്യാഗത്തിന്റെ പങ്കുവെക്കാനായിട്ട് തയ്യാറാകുമ്പോഴാണ് യഥാർത്ഥമായ ക്രിസ്മസ് അനുഭവം നമുക്ക് ലഭിക്കുന്നത്. ഹാപ്പി ക്രിസ്മസ് ആണ്, എക്സ്മസ് ആണ്, ഹാപ്പി ക്രിസ്മസ് ആണ്, അല്ലേ? അപ്പൊ ജോളി പറഞ്ഞു എന്തെങ്കിലും ഒന്ന് ഓർഡർ കൊടുത്താൽ മതി, ട്യൂഷനും ഉണ്ട്, പിള്ളേർക്കൊക്കെ പരീക്ഷയാണ്. അപ്പൊ ഇന്ന് വൈകുന്നേരം ഇത് കഴിഞ്ഞ് പോയിട്ട് ട്യൂഷൻ എടുക്കേണ്ടതിന് പകരം രാവിലെ ജോളിയുടെ പിള്ളേരൊക്കെ രാവിലെ ട്യൂഷൻ എടുത്തു, അനുഗ്രഹയുടെ പിള്ളേരൊക്കെ വൈകുന്നേരം എടുക്കും. അമ്മ ചെറിയ പിള്ളേരെയും മോള് വലിയ പിള്ളേരെയാണ് പഠിപ്പിക്കുന്നത്. ഞാൻ പറഞ്ഞ് ഓർഡർ എന്തായാലും കൊടുക്കുന്നില്ല, ഞാൻ ഭക്ഷണം റെഡിയാക്കിക്കോളാം എന്ന് പറഞ്ഞു. പ്രൈസലോ, വിട്ടു തരണ പ്രശ്നമില്ല. വെളുപ്പാൻ കാലത്ത് എഴുന്നേറ്റ് നല്ല ചിക്കൻ റോസ്റ്റ് ഒക്കെ ചെയ്ത്. അപ്പൊ ഞാൻ ചോദിച്ചു, നോയമ്പെടുക്കുന്നവര് എന്ത് ചെയ്യുന്നു? അവര് ബ്രെഡും കാപ്പിയും കൂടെ കഴിക്കട്ടെ എന്ന് പറഞ്ഞിരിക്കാം. പ്രൈസലോ, ഇത്രയും തന്നെ എങ്ങനെ റെഡിയാക്കി ദൈവം താഴെ ഇറങ്ങി വരും. അങ്ങനെ ഒരു വെളുപ്പാൻ കാലത്ത് എഴുന്നേറ്റ് നല്ല മനസ്സോടെ, ആർക്കാണ് ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് അല്ലെങ്കിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം. അപ്പൊ അത് നിങ്ങളുടെ ആരോഗ്യത്തെയും മനസ്സിനെയും ശരീരത്തെ എല്ലാം പരിപോഷിപ്പിക്കട്ടെ. നല്ലൊരു സ്നേഹവിരുന്ന് എന്നെല്ലാവർക്കും വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ ലക്കി ഡിപ്പിന്റെ കുറച്ച് സമ്മാനങ്ങളൊക്കെ സംഘടിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ ഈ ലക്കി ഡിപ്പിന്റെ കൂപ്പണുകൾ ഇപ്പോൾ പപ്പാഞ്ഞി ഇവിടെ ഉണ്ട്. ആദ്യം നമുക്ക് ക്രിസ്മസ് കേക്ക് കട്ട് ചെയ്യും, എന്നിട്ട് ക്രിസ്മസ് കേക്ക് എല്ലാവർക്കും വിതരണം ചെയ്യും. അപ്പൊ ആ കേക്കൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ കൂട്ടത്തിൽ കൂടെ നമ്മുടെ നമ്പറുകൾ ഇങ്ങനെ പറയുമ്പോൾ, ലക്കി ഡിപ്പിന്റെ നമ്പർ പറയുമ്പോൾ നമുക്ക് നറുക്കെടുപ്പ് നടക്കും. ക്രിസ്മസ് കേക്ക് ഇവിടെ
കേക്ക് കട്ട് ചെയ്യാനായിട്ട് YMCA സെക്രട്ടറിയെയും പപ്പാഞ്ഞിയെയും നവദമ്പതികളെയും ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. കൈയടിച്ച് സന്തോഷത്തോടെ നമുക്ക് ഈ വർഷത്തെ ഈ മധുരം ഒന്ന് പങ്കുവെക്കാം. ക്രിസ്മസ് കേക്ക് നമുക്ക് പറഞ്ഞു തരുന്നത് എന്താണ്? അത് പങ്കുവെക്കാനുള്ളതാണ്, അത് മധുരമാണ്, അത് സന്തോഷമാണ്, അത് സ്നേഹമാണ്, അല്ലേ?